ജയഘോഷം മുഴക്കുന്നതായി എന്റെ പ്രാണപ്രിയൻ വെളിപ്പെടുമ്പോൾ ഞാൻ അന്യന്റെ കണ്ണുകൊണ്ടല്ല സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവരെ കാണും എന്ന് പറയുവാൻ തക്കതായ ആ യുവത്വം ഒരു ദൈവവൈദ്യന്റെ ഹൃദയത്തിലും ജീവിതത്തിലും വെളിപ്പെട്ടു വരണം. അതെങ്ങനെ സാധിക്കും? അത് സാധിക്കണമെങ്കിൽ നമ്മുടെ ആത്മീക മനുഷ്യൻ പുതുക്കം പ്രാപിച്ച ഒരു പുതുമനുഷ്യനായി കാണപ്പെടണം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സായം സന്ധ്യാവേളയ്ക്കായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. സംഭവ ബഹുലമായ ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. പ്രശ്നസങ്കീർണമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്ന അതേ വിഷയത്തെ രാഷ്ട്രീയമായ, സാമൂഹികമായി, മതപരമായി, ആത്മീകമായി എല്ലാ മേഖലകളിൽ നിൽക്കുന്നവർ ഇന്ന് വളരെ അക്ഷീണ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഈ അടുത്ത കാലത്തായി ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകമായി ഒരു കാർഡിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. എന്നാൽ അതിൻ്റെ പശ്ചാത്തലങ്ങൾ നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ കേരളത്തിൽ കേരള ജനതയുടെ ഉത്തരവാദിത്വം ഇവിടുത്തെ ഗവൺമെൻറ്റുകൾക്ക് ഏറ്റെടുക്കേണ്ടതിന് പര്യാപ്തമായ തിരിച്ചറിയൽ കാർഡുകൾ ആവശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളതായ മനുഷ്യരോടുള്ളതായ ഒരു കരുതൽ എന്ന് വേണം പറയുവാൻ. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം ഇവിടെയെല്ലാം ഏതെല്ലാം നിലയിൽ കരുതിയാലും എന്തെല്ലാം ചെയ്താലും ഇതൊന്നും പൂർണ്ണമാകുന്നില്ല. ഇതെല്ലാം അംശമായി നിലകൊള്ളുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എങ്കിലും നമ്മുടെ ഭരണാധികാരികൾ അവർ നന്മയ്ക്കായി ചെയ്യുന്നെങ്കിലും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അവർക്കും കൊണ്ടെത്തിക്കുവാൻ കഴിയുന്നില്ല. അത് സാധ്യവുമല്ല എന്നുള്ളത് നമുക്കതിൻ്റെ നഗ്ന സത്യം മനസ്സിലാക്കുവാൻ കഴിയും. കാരണം അങ്ങനെയാണ് ഈ ലോകത്തിൽ നടക്കുന്ന പല അനുഭവങ്ങൾ. ആധാർ കാർഡ് കൊണ്ടുവന്നു, തിരിച്ചറിയൽ കാർഡുകൾ കൊണ്ടുവന്നു. എല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്കായി നമ്മുടെ ഭരണകൂടങ്ങളെല്ലാം നന്നായി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതികൾ കൊണ്ടുവന്നു. പിന്നെ ഇവിടെ പല മനുഷ്യന് വേണ്ടതായ പല സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, പെൻഷനുകൾ, ഇങ്ങനെ അനവധിയായി ഭക്ഷണധാന്യങ്ങൾ ഇങ്ങനെയെല്ലാം കൊണ്ടുവന്നെങ്കിലും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിപൂർണമായ ഒരു പൂർണ്ണത കൈവരിപ്പാൻ ആർക്കും തന്നെ കഴിയുന്നില്ല. പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ എല്ലാവരും അക്ഷീണ പരിശ്രമം നടത്തുന്നു എങ്കിലും അത് പൂർണ്ണതോതിൽ എത്തിച്ചേരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. എന്നാൽ മനുഷ്യ ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുവാൻ, മനുഷ്യനെ മനുഷ്യനാക്കി നിർത്തുവാൻ പര്യാപ്തമായതാണ് സത്യവേദപുസ്തകം. ഈ വേദപുസ്തകം നാം എടുത്ത് പഠിച്ചു നോക്കിയാൽ നിരവധിയായ അനുഭവങ്ങൾ, വസ്തുതകൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം വായിച്ചു നോക്കിയാൽ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഈ പുസ്തകത്തിലുണ്ട്. മരണത്തെക്കുറിച്ചൊരു വിവരണം ഈ പുസ്തകത്തിലുണ്ട്. മനുഷ്യൻ്റെ ജനനത്തെക്കുറിച്ചും അവരുടെ ജീവചര്യകളെക്കുറിച്ചും ആവശ്യമായ നിർദ്ദേശങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു വിവാഹ നിശ്ചയത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും കാര്യമായ ഉപദേശങ്ങളും ഈ പുസ്തകത്തിനകത്തുണ്ട്. ദൈവത്തിന് മഹത്വം. ഒരു വീട് പ്രതിഷ്ഠയെക്കുറിച്ചും പുതിയ ഭവനങ്ങളെക്കുറിച്ചും ഉള്ള വ്യക്തമായ നിർദ്ദേശമുണ്ട്. കുടുംബമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ കുഞ്ഞുങ്ങളുടെ നിലവാരങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് നിർദ്ദേശിക്കുവാൻ ഈ പുസ്തകത്തിന് കഴിയുന്നുണ്ട്. ഈ വേദപുസ്തകത്തിൻ്റെ ഓരോ താളുകൾ പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഏത് നിലയിലാകണം, അതെ ഇങ്ങനെ ഇത്യാദി വിഷയങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു പുസ്തകമാണ് സത്യവേദ പുസ്തകം. ലോകത്തിലെ ഒരു പുസ്തകങ്ങൾക്കും അത് ഇതുപോലെ ഉത്തരം പറയുവാൻ സാധ്യമല്ല പ്രിയരെ. എല്ലാറ്റിനും തക്ക മറുപടി ഈ പുസ്തകത്തിനകത്തുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം. നാം എന്ത് ഭക്ഷണം കഴിക്കണം, ഏത് നിലയിൽ അത് നാം ജീവിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, ഇതെല്ലാം സവിസ്തരമായി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്ര എങ്ങനെയായിരിക്കണം അതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവൻ എവിടെ, മരണശേഷം മനുഷ്യൻ്റെ ആത്മാക്കൾ എവിടെ ചെന്നു ചേരും, അതേ മരണശേഷം നമുക്ക് ലഭിക്കുന്ന നിത്യതകൾ എന്തായിരിക്കും, രക്ഷിക്കപ്പെടാത്തവർക്ക് എവിടെയായിരിക്കും, ഇതെല്ലാം അതേ വ്യക്തമായി രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് ഈ സത്യവേദ പുസ്തകം. ഈ സത്യവേദ പുസ്തകത്തിൽ നിന്നാണ് ഒരു വാക്യം നാം ഇപ്പോൾ വായിച്ചു കേട്ടത്.
എന്താണ് വായിച്ചു കേട്ടത്? ഇയ്യോബിന്റെ പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യമാണ് വായിച്ചത്. ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. അവന്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു, അവ അവനോടുകൂടെ പൊടിയിൽ കിടക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവന്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു, അവ പൊടിയോടുകൂടെ കിടക്കുന്നു എന്ന് ഈ ഇയ്യോബിന്റെ സ്നേഹിതനായിരിക്കുന്ന നയമാത്യനായ സോഫർ പറയുകയാണ്. ദൈവത്തിന് മഹത്വം. ഇയ്യോബിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമാണ്. എല്ലാവർക്കും ഇയ്യോബിന്റെ ജീവിതം അറിയാം. അവന്റെ ചരിത്ര പശ്ചാത്തലങ്ങളെല്ലാം നമുക്ക് തന്നെ അറിയാം. ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു ഇയ്യോബ്. അദ്ദേഹം ഒരു കുടുംബമായി ജീവിച്ച് അതേ കുഞ്ഞുങ്ങളോടുകൂടെ പാർത്ത് ആത്മീകനായി ഭക്തനായി ജീവിച്ച് മുൻപോട്ട് പോകവേ കുഞ്ഞുങ്ങൾക്കും വേണ്ടതായ ബുദ്ധി ഉപദേശങ്ങൾ നൽകി അവരെയും യഥാർത്ഥമായ നിലയിൽ കൊണ്ടെത്തിക്കുവാൻ പരിശ്രമിച്ച നല്ല ഒരു ആത്മീകനായ ഒരു പിതാവായിരുന്നു ഇയ്യോബ്. എന്നാൽ കാലങ്ങൾ മുൻപോട്ട് കടന്നുപോയപ്പോൾ ദുഷ്ടനായ പിശാച്, വീണുപോയ ശക്തി ഈ കുടുംബത്തെ കണ്ടെത്തുകയും ഈ കുടുംബത്തിന്റെ അവസ്ഥകൾ ഒക്കെ മനസ്സിലാക്കുകയും പരിശുദ്ധനായ ദൈവം അതേ പിശാചിനോട് ചോദിക്കുന്നു, എൻ്റെ ദാസനായ ഇയ്യോബിനെ നീ കണ്ടു, അതേ അവന്റെ അവസ്ഥകൾ എന്തെന്ന് നീ ഗ്രഹിച്ചു? ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം അതേ സർവശക്തനായ ദൈവം ഇയ്യോബിനോട് ചോദിക്കുമ്പോൾ ഇയ്യോബിനെ കുറിച്ച് സാത്താൻ പറയുന്നു, നീ അവനെ ഒന്ന് തൊട്ടു നോക്കാൻ വിവരം അറിയും, അവൻ ഭക്തനായിരിക്കുന്നു, വെറുതെ അല്ല. അപ്പോൾ സാത്താന് മനസ്സിലായി ഇയ്യോബ് ഭക്തനായ ഒരു മനുഷ്യനാണ്, തൻ്റെ കുടുംബത്തിൽ ഭക്തിയെ സൂക്ഷിക്കുന്നു. സഹോദരിയെക്കുറിച്ച് അധികം പറയുന്നില്ല, എന്നാൽ മക്കളെക്കുറിച്ചും അധികം പറയുന്നില്ല. ഇയ്യോബിൻ്റെ ഭക്തിയെക്കുറിച്ച് ദൈവം നന്നായി സാക്ഷ്യം പറയുകയാണ്. കാരണം ആ കുടുംബത്തിൽ അവൻ അതുപോലെ ജീവിച്ചവനായിരുന്നു. ആ പശ്ചാത്തലങ്ങളെല്ലാം പഠിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഇയ്യോബിൻ്റെ ഭക്തിയെക്കുറിച്ച് പിശാചിനോട് ആധികാരികമായി സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തെക്കുറിച്ച് ദൈവം ഇതുപോലെ പറയുവാൻ ആഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചും ദൈവം ഇതുപോലെ പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എത്ര പേർ ഈ അനുഭവത്തിന്, ഈ സാക്ഷ്യത്തിന്, ഈ ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് നിങ്ങളെ തന്നെ ഈ രാത്രിയിൽ സമർപ്പിക്കും? അതോ പിശാചാണോ നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടത്? ദൈവമാണോ നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടത് എന്ന് ഇന്ന് രാത്രിയിൽ തന്നെ നിങ്ങൾ ചിന്തിച്ച് കടന്നു പോകാവൂ. വാസ്തവമായി ദൈവം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയണം. ദൈവത്താലുള്ള സാക്ഷ്യം പ്രാപിച്ച ഇയ്യോബ് മുൻപോട്ട് കടന്നു പോകുമ്പോൾ അടിക്കടിയായി പരീക്ഷകൾ തൻ്റെ ജീവിതത്തിൽ നേരിടുകയാണ്. നിരവധിയായി പരീക്ഷകൾ കടന്നു വന്നു. ഒന്നൊന്നായി തൻ്റെ സമ്പത്തുകൾ നഷ്ടമായി, തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നു. നിരന്തരമായി മുട്ടുമേൽ നിന്നും പ്രാർത്ഥിച്ചും സ്തോത്രം ചെയ്തും യാഗങ്ങൾ അർപ്പിച്ച മക്കൾ ഓരോ ദിവസമായി കൈവിട്ടു പോകുന്നു. ദുഃഖകരമായ വാർത്തകൾ വീട്ടിലേക്ക് വരുന്നു. ദൈവത്തിന് മഹത്വം. അതേ, ഒരു ദിവസം വാർത്ത കേൾക്കുന്നു, തൻ്റെ മൃഗങ്ങളെല്ലാം ചത്തുപോയി, അതിനെ കുഴിച്ചിട്ടോ അതേ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം തിരികെ വന്ന് വീട്ടിൽ വിശ്രമിക്കുമ്പോൾ അടുത്ത ഫോൺ കോൾ എത്തുന്നു. ഇയ്യോബേദിൻ്റെ ആദ്യത്തെ മകൻ മരിച്ചു പോയിരിക്കുന്നു. അതേ, അടുത്തടുത്തതായി വാർത്തകൾ. വീട്ടിൽ നിന്ന് പന്തലടിക്കുവാൻ സമയമില്ല. കാരണം ഓരോ മരണ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. സഭാ സംസ്കാര ശുശ്രൂഷകൾ കാര്യമായി നടക്കുന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീർ തോരും മുമ്പേ അടുത്ത വാർത്ത എത്തിച്ചേർന്നു. ഇങ്ങനെ ഇയ്യോബിൻ്റെ ജീവിതത്തിലുള്ള സർവ്വസമ്പത്തും നഷ്ടമായി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവസാനമായി ഇയ്യോബ് എന്തു ചെയ്യും? താൻ വ്യാകുലപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ അടുത്തതായി ഈ അനവധിയായ കഷ്ടങ്ങൾ, പരീക്ഷകൾ തൻ്റെ മനസ്സിനെ ചൂടുപിടിപ്പിച്ച, ശരീരത്തെയും ചൂടുപിടിപ്പിച്ചതിനാൽ ശരീരത്തിൽ പോഷണമില്ലാതെ, അതേ വേണ്ടതായ വെള്ളമോ ഭക്ഷണങ്ങളോ ഒന്നും ഇല്ലാതെ അവൻ ബലഹീനപ്പെട്ട അവസരം മുതലെടുത്ത പിശാച് അവൻ്റെ ശരീരത്തിലും രോഗാണുക്കളെ കയറ്റിവിട്ട് ആ നല്ല ഒരു മനുഷ്യനെ രോഗിയാക്കി തീർക്കുന്നൊരു ചിത്രം നമുക്ക് ബൈബിൾ കൂടെ കണ്ടെത്തുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇയ്യോബ് എന്ന് പറയുന്ന ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഈ ഭക്തനായ മനുഷ്യൻ, ദൈവത്തിന് മഹത്വം, ഈ വിധത്തിൽ ബലഹീനപ്പെട്ട് മുൻപോട്ട് കടന്നു പോകുമ്പോഴും തൻ്റെ സ്നേഹിതന്മാർ വിലയിരുത്തുന്ന ഒരു വിലയിരുത്തലിൻ്റെ വാക്കുകളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അതെ, അവൻ്റെ യൗവനത്വത്തെക്കുറിച്ചുള്ള അവനെക്കുറിച്ചുള്ള വിലയിരുത്തൽ തൻ്റെ സ്നേഹിതന്മാർ വിളിച്ചറിയിക്കുകയാണ്. എന്താണ് വിലയിരുത്തൽ? ഒരിക്കൽ കൂടെ ഞങ്ങൾ ഇപ്പോൾ ഒന്നുകൂടെ മൈക്കിൽ കൂടെ വായിച്ചു കേൾപ്പിക്കുന്നു. എന്താണ് വിലയിരുത്തൽ? ഒന്നുകൂടെ വായിക്കാം.
അവന്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു. അവന്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു. അവ അവനോടുകൂടെ പൊടിയിൽ കിടക്കും. അവ അവനോടുകൂടെ പൊടിയിൽ കിടക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നല്ല ഒന്നാം തരം അതേ സാക്ഷ്യമാണ് തന്റെ സ്നേഹിതന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇയ്യോബിനെ കുറിച്ച് സ്നേഹിതന്മാർക്ക് പറയുവാനുള്ളത്, അവന്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു, അവ അവനോടുകൂടെ പൊടിയിൽ കിടക്കുന്നു. ഇങ്ങനെ മനോഹരമായ സാക്ഷ്യത്തിനായി ദൈവത്തിന്റെ ജനം, ദേശനിവാസികൾ ഒരുങ്ങിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഒരു യൗവനത്തെക്കുറിച്ച്, യുവത്വത്തെക്കുറിച്ച് എല്ലാവരും ആധികാരികമായി സംസാരിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. വയസ്സ് 80 ആയാലും പ്രായമായല്ലോ അപ്പച്ച എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ്റെ ഉള്ള സ്വഭാവം കൂടെ പുറത്തിറങ്ങി വരും. കാരണം പ്രായമായെന്ന് പറയുവാൻ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. അമ്മേ പ്രായമായല്ലോ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്വഭാവത്തിന് മാറ്റം വരും. ഞാനോ അതെ, ഒരിക്കലും ഈ പ്രായത്തെ അംഗീകരിക്കാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. 60 വയസ്സുള്ള ഒരു മനുഷ്യനോട് നമ്മൾ ചോദിച്ചാൽ ആ വയസ്സനായല്ലോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അംഗീകരിക്കില്ല. അതിന് തെളിവ് ഈ ലോകത്തിലുണ്ട്. മുടി നരച്ചാൽ ഉടൻ തന്നെ പോയി ഡൈ ചെയ്യും. കാരണം ഒരിക്കലും വാർദ്ധക്യത്തെ അംഗീകരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഈ ലോകത്തിൽ വാർദ്ധക്യത്തെ അംഗീകരിക്കാതെ മനുഷ്യൻ യുവത്വം നിലനിർത്തുവാനായി പലവിധമായ പലവിധമായ ക്രിയകൾ ചെയ്ത് മുൻപോട്ട് പോകുന്നു. നമുക്കറിയാം, ഇന്നത്തെ യൗവന തലമുറകളെ തന്നെ നമുക്കറിയാം. ഈ ആധുനിക ലോകത്തിൽ ഇന്ന് 10, 25, 30 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളുടെ മുടി നരയ്ക്കുവാൻ തുടങ്ങുന്നു. ആ മുടി നര മാറ്റുവാൻ ഇന്ന് എത്രയോ പരിശ്രമങ്ങൾ നടത്തുന്നു. യൗവന ശക്തി, യുവത്വം നിലനിർത്തുവാനായി മനുഷ്യൻ അക്ഷീണ പരിശ്രമം നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ യുവത്വം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ഒരു യുവത്വത്തെ കുറിച്ചല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. എന്താണെന്നറിയാമോ? യെശയ്യാ പ്രവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 26-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യെശയ്യാ പ്രവചനം 26-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം എടുത്തൊന്ന് വായിക്കാമോ? യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിന്റെ 19-ാമത് വാക്യം. നിന്റെ മൃതന്മാർ ജീവിക്കും, നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പിൻ, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പിൻ. നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞു പോലെ ഇരിക്കും, നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞു പോലെ ഇരിക്കും. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോൾ മൃതന്മാരായി യുവത്വം തുടിക്കുന്ന നിലവാരത്തിൽ മണ്ണിൽ ശേഷിച്ചിരുന്നാലും അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് യുവത്വം പ്രാപിച്ചു വരുമെന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ സേനാ ദിവസത്തിങ്കൽ യുവാക്കളായ മഞ്ഞ് നിനക്ക് എഴുന്നേറ്റ് വരുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ മരിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് നിദ്ര കൊള്ളുന്ന പ്രിയപ്പെട്ടവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് പൂർണ്ണമായ ആ യുവത്വത്തോടുകൂടെ രംഗത്ത് വരികയാണ്. അതിൻ്റെ പ്രവചനം എന്ന വണ്ണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെ, അവന്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു, അവ അവനോടുകൂടെ പൊടിയിൽ കിടക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഈ ശബ്ദം നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഈ വചനാനുസൃതമായി നിങ്ങൾ ജീവിച്ച് നിങ്ങളുടെ യുവത്വം നഷ്ടപ്പെടാതെ നിങ്ങളുടെ ആത്മീയ ജീവിതം ഒരു യുവത്വമുള്ളതായി ഈ ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ ചലിച്ച്, ക്രിസ്തുവിൽ സഞ്ചരിച്ച്, ക്രിസ്തുവിനോടുകൂടെ വളർന്ന് അനുഗ്രഹീതമായൊരു ജീവിതം കാഴ്ചവെച്ച്, അതേ പുറമേയുള്ള ശരീരം ബലഹീനപ്പെട്ടാലും അകത്തെയുള്ള മനുഷ്യൻ തിടുക്കമുള്ളതായി, നല്ല യുവത്വമുള്ളതായി, അതേ ഒരു ജയഘോഷം മുഴക്കുന്നതായി എൻ്റെ പ്രാണപ്രിയൻ വെളിപ്പെടുമ്പോൾ ഞാൻ അന്യന്റെ കണ്ണുകൊണ്ടല്ല സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും എന്ന് പറയുവാൻ തക്കതായ ആ യുവത്വം ഒരു ദൈവവൈതന്റെ ഹൃദയത്തിലും ജീവിതത്തിലും വെളിപ്പെട്ട് വരണം. അതെങ്ങനെ സാധിക്കും? അത് സാധിക്കണമെങ്കിൽ നമ്മുടെ ആത്മീക മനുഷ്യൻ പുതുക്കം പ്രാപിച്ച ഒരു പുതുമനുഷ്യനായി കാണപ്പെടണം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എപ്പോഴും പുതുക്കം പ്രാപിച്ച ഒരു പുതുമനുഷ്യനായി നമ്മുടെ ജീവിതത്തെ നാം കാത്തു കൊള്ളണം. വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരു ഭാഗമുണ്ട്, എൻ്റെ ശരീരം ബലഹീനപ്പെട്ടാലും എൻ്റെ ആത്മാവ് ഒരുക്കമുള്ളതായിരിക്കുന്നു. പറയുവാൻ കാരണം, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ,
അടുത്ത വാചകത്തിൽ എഴുതി വെച്ചു, എങ്കിലും എൻ്റെ ഇഷ്ടം പോലെയല്ല അങ്ങയുടെ ഇഷ്ടം പോലെയാകട്ടെ. അതാണ് ധീരമായ ഒരു മറുപടി, അതാണ് ഒരു യുവത്വത്തിന്റെ മറുപടി. അല്ലാതെ അയ്യോ ഞാൻ ചത്തുപോയേ, ഇനി രക്ഷയില്ലേ, സമാധാനമില്ലേ, അയ്യോ ഞാൻ അസ്തമിച്ചേ, എനിക്ക് അതെ അത് കിട്ടുന്നില്ലേ, ഇത് കിട്ടുന്നില്ലേ, നിരാശപ്പെട്ട് ഭാരപ്പെട്ട് അതെ എല്ലാ വിധത്തിലും അവിശ്വാസമുള്ളതായ നിരാശയുള്ളതായ താഴ്ചയുള്ളതായ വാക്കുകൾ പറഞ്ഞ് അവസാനിക്കുകയല്ല. എത്രയെത്രയോ പേരെ ഞങ്ങൾക്കറിയാം. ദൈവത്തിന് സ്തോത്രം. 80 വയസ്സ് കഴിഞ്ഞതായ ഒരു പിതാവ്, അദ്ദേഹം തീർത്ത ബുദ്ധിമുട്ടായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ പിതാവ് പറഞ്ഞു, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ബലഹീനതകൾ മനസ്സിലാക്കി മക്കൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ആ 80 വയസ്സ് കഴിഞ്ഞ പിതാവ് ഡോക്ടറോട് പറയുന്നു, എത്ര മരുന്ന് ചെയ്താലും എനിക്ക് ഫലിക്കത്തില്ല. അപ്പം ഡോക്ടർക്ക് മനസ്സിലായി, രോഗിക്കൊരു വിശ്വാസമില്ലെങ്കിൽ പിന്നെ മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല. വീട്ടുകാരോട് വിളിച്ചു പറഞ്ഞു, ഈ അപ്പച്ചനെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അവർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോഴാണ്, അതെ ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, അപ്പച്ചനെ വീട്ടിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നു. ഈ പിതാവിനെ കണ്ടപ്പോൾ, എന്നെ കണ്ടപ്പോൾ കട്ടിലേന്ന് ചാടി എഴുന്നേറ്റ് എനിക്ക് 2 ചുംബനമൊക്കെ തന്നു, സ്തോത്രം എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ അറിവ് ശരിയായ എനിക്ക് ലഭിച്ച അറിവിനനുസരിച്ച് ഞാൻ ചിന്തിച്ചു, അപ്പച്ചൻ സീരിയസ് ആയി 3-4 സംഗീത ശുശ്രൂഷ പുസ്തകമൊക്കെ എടുത്താൽ പോയത്. കാരണം കടന്നു പോകുകയാണെങ്കിൽ പാട്ടുപാടുവാനുള്ള സജ്ജീകരണത്തോടു കൂടെ എല്ലാ ഒരുക്കത്തോടു കൂടിയാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അപ്പച്ചൻ ചാടി എഴുന്നേറ്റ് നിൽക്കുന്നു, ഒരു കുഴപ്പവുമില്ല. ഞാൻ ചോദിച്ചു, അപ്പച്ച എങ്ങനെയുണ്ട്? എനിക്കൊരു കുഴപ്പവുമില്ല. എഴുന്നേറ്റ് ചുംബനവും തന്ന് സന്തോഷത്തോടെ എന്നെ പ്രാർത്ഥിച്ചയച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത സംഭവം എന്തെന്നറിയാമോ? പിള്ളേരോട് പറഞ്ഞു, ഏതായാലും ഒരു പാട്ടങ്ങ് പാടാം നമുക്ക്. അപ്പച്ചൻ എല്ലാവരെയും കൂടി ഇരുത്തി ഒരു നല്ലൊരു പാട്ടൊക്കെ അങ്ങ് പാടി. അത് കുഞ്ഞുങ്ങൾ അടുത്ത നിമിഷത്തെ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഞാൻ വിശ്വാസഭവനത്തിലേക്ക് തിരികെ പോയി. എന്നാൽ ഞാൻ അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഫോൺ കോൾ വന്നു, അപ്പച്ചൻ അല്പം ബുദ്ധിമുട്ടാണ്, ഒന്ന് പെട്ടെന്ന് പറയണം. ഞാൻ പെട്ടെന്ന് വീണ്ടും വാഹനം വിശ്വാസഭവനത്തിൻ്റെ അടുത്ത് എന്നതുകൊണ്ട് വിശ്വാസഭവനത്തിൽ ഒന്ന് കയറിയിട്ട് പെട്ടെന്ന് വീണ്ടും തിരിച്ച് ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ വാർത്ത എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പച്ചൻ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു, മരിച്ചു. എന്നാൽ അതിന് സെക്കൻഡുകൾക്ക് മുമ്പ് കൊച്ചുമക്കളോടുകൂടെ ചേർന്ന് പാടിയ പാട്ട് കേട്ടാൽ ചെറുപ്പക്കാർ പോലും മാറി നിൽക്കും പ്രിയരെ. അതാണ് യഥാർത്ഥമായി ഒരു ഭക്തന്റെ യുവത്വം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൻ്റെതായ ആശാഭാസങ്ങളിൽ കുടുങ്ങി, ഈ ലോകത്തിൻ്റെതായ പുഷ്ടികൾ, ഈ ലോകത്തിൻ്റെതായ സൗന്ദര്യവൽക്കരണങ്ങൾ അതെ വരുത്തി നമ്മുടെ യുവത്വം സൂക്ഷിച്ചാൽ അതൊക്കെയും താൽക്കാലികമാണ്. അതിനുവേണ്ടി അതേ മനുഷ്യൻ മുഖത്തിന് ഭേദം വരുത്തുന്നു, അതേ ഹെയർ സ്റ്റൈലുകൾക്ക് മാറ്റം വരുത്തുന്നു, ബോഡിക്ക് പ്രത്യേകമായ ഷേപ്പുകൾ വരുത്തുന്നു, അതിന് സ്പെഷ്യലിസ്റ്റായ ഡോക്ടർമാരെ നിയമിച്ച് ഭക്ഷണ കാര്യങ്ങൾ അത് ക്രമീകരിക്കുന്നു. അങ്ങനെ യുവത്വം നിലനിർത്തുവാൻ ഇന്നത്തെ ലോകം ശ്രമിക്കുന്നു. രാഷ്ട്രീയ നേതാക്കൾ, സിനിമ നടി നടന്മാർ, ഇങ്ങനെ സാംസ്കാരികമായ മേഖലകളിൽ, സിനിമാ മേഖലകളിൽ, ഇങ്ങനെ പല മേഖലകളിൽ നിൽക്കുന്നവർ അവർ തങ്ങളുടെ യുവത്വത്തെ നഷ്ടപ്പെടുത്താതെ അതേ ധാരാളം പണങ്ങൾ മുടക്കി തങ്ങളുടെ നിലവാരം അങ്ങനെ നിലനിർത്തുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം. ഒരല്പം കഴിയുമ്പോൾ തക്കാളി ചൊള്ളുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റ് വൃക്ഷങ്ങളുടെ ഫലങ്ങൾ വാടി വീഴുന്നത് പോലെ എത്ര യുവത്വത്തെ സൂക്ഷിച്ചവരും വാടി നിലത്ത് വീഴുന്ന സംഗതികൾ ഈ അടുത്ത കാലങ്ങളിലായി നമുക്ക് കാണുവാൻ കഴിയുന്നു. എത്രയെത്രയോ അത് യുവത്വം സൂക്ഷിച്ച് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഈ വിധമാകുന്ന അവസ്ഥകളിൽ അല്ലെങ്കിൽ സൗന്ദര്യവൽക്കരണമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി അവസാനം ഒരു തുണ്ട് കയറിനും പൊട്ടാസിനും സയനൈഡിനും റെയിൽവേ ട്രാക്കുകളിലുമായി എത്രയെത്രയോ പ്രഗത്ഭന്മാർ, പ്രധാനികൾ ഈ ലോകത്തിൽ നസ്തമിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, ഈ ലോകത്തിൻ്റെതെല്ലാം ഒഴിഞ്ഞു പോകും. ഇതെല്ലാം മായയാകുന്നു. ഈ മായയായ ലോകത്തിൽ ഈ മായയായ ലോകത്തിൽ ഈ മായക്കനുസൃതമായി ജീവിച്ച് മുൻപോട്ട് പോയാൽ ഈ കാണുന്നതെല്ലാം അസ്തമിക്കും. അതുകൊണ്ടാണ് തിരുവെഴുത്ത് വിളിച്ചു പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയാലും തൻ്റെ വിലയേറിയ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞെന്ന് ഉറപ്പിക്കട്ടെ, ഈ പ്രപഞ്ചത്തിൻ്റെതായ ഒരു സൗന്ദര്യവും
ഈ പ്രപഞ്ചത്തിൻ്റെതായ ഒന്നും തന്നെ നമ്മെ യുവത്വം സൂക്ഷിച്ച് നിലനിർത്തുവാൻ പര്യാപ്തമല്ല. പിന്നെ ഇതിനപ്പുറമായി ബൈബിളിൽ കൂടെ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. പടിപടിയായി തിരുവെഴുത്തിൽ കൂടെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സദൃശ്യവാക്യങ്ങൾ 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ യഥാർത്ഥമായി യുവത്വം നിലനിർത്തുവാൻ പര്യാപ്തമായ അനുഭവത്തെ ഒന്ന് വിരൽ ചൂണ്ടിക്കാണിക്കാം. സദൃശ്യവാക്യങ്ങൾ 2-ാം അധ്യായം 17-ാമത് വാക്യം. അവൾ തന്റെ യൗവനകാന്തനെ ഉപേക്ഷിച്ച് അവൾ തന്റെ യൗവനകാന്തനെ ഉപേക്ഷിച്ച് തന്റെ ദൈവത്തിന്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു. തന്റെ ദൈവത്തിന്റെ നിയമത്തെ മറന്നു കളഞ്ഞതിനാൽ അവളുടെ ഉള്ളിലെ ആ യുവത്വം നഷ്ടപ്പെടുകയാണ്. ആരെ ഉപേക്ഷിച്ചതിനാൽ? യൗവനകാന്തനെ ഉപേക്ഷിച്ചതിനാൽ. ദൈവത്തിന് സ്തോത്രം. ഉത്തമഗീതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഉത്തമഗീതം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എന്റെ പ്രിയനിരിക്കുന്നു. യൗവനക്കാരുടെ ഇടയിൽ എന്റെ പ്രിയനിരിക്കുന്നു. അതിന്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. അതിന്റെ ഇടയിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. അതിന്റെ പഴം എന്റെ രുചിക്ക് മധുരമായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യൗവനക്കാരുടെ ഇടയിൽ ഇതാ ഒരു യൗവനകാന്തനെ കാണുന്നു. ആരാണിവൻ? ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവത്രേ. പ്രിയപ്പെട്ടവരെ, എന്നാൽ സദൃശ്യവാക്യം 2-ാം അധ്യായത്തിൽ യൗവനകാന്തനെ തടഞ്ഞതിനാൽ, ആ യുവത്വത്തെ നിഷേധിച്ചതിനാൽ ഇവളുടെ ജീവിതം പരിതാപകരമായ ഒരു അവസ്ഥയിലായിരിക്കുന്നു. ഇന്നത്തെ ലോകത്തിനും സംഭവിച്ചിരിക്കുന്ന അത് തന്നെ. ദൈവത്തിന് സ്തോത്രം. അതേ, ഇന്നത്തെ സമൂഹത്തിനും സംഭവിച്ചിരിക്കുന്ന അത് തന്നെയാണ്. ഇന്നലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന സംബന്ധമായി ലോകമെമ്പാടും ഒരു വലിയ ഉത്സവമായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വം. പേര് യേശു ക്രിസ്തുവിൻ്റെ പേരിലാണ്. എന്താ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ? യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച്. അങ്ങനെ പറയുമ്പോൾ ഞാനൊരു സംഭവം ഓർത്ത്, ഒരു കഥ, ഒരു കേട്ടുകേൾവി ഓർത്തു പോകുകയാണ്. ഒരു അപ്പന് 5 മക്കളുണ്ട്. 5 മക്കള് കൂടെ അപ്പന് 80-ാമത്തെ വയസ്സിൻ്റെ ആഘോഷം നടത്തുവാൻ തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. വയസ്സ് 80-ആയി. അപ്പന് വേണ്ടി ഒരു പിറന്നാൾ ദിനം ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. 5 മക്കളുണ്ട്. നാട്ടുകാരെ എല്ലാം നോട്ടീസ് കൊടുത്തും കാർഡ് കൊടുത്തും ടെലിഫോൺ വിളിച്ചു അറിയിച്ചു, ഞങ്ങളുടെ പിതാവിൻ്റെ 80-ാം പിറന്നാളാണ്. എല്ലാവർക്കും സന്തോഷമായി. 80 വയസ്സുള്ള അപ്പനെ ആദരിക്കുന്ന തലമുറ ഈ കാലഘട്ടത്തിൽ ഉണ്ടല്ലോ എന്നോർത്തപ്പോൾ വലിയ വലിയ സന്തോഷമായി. നാട്ടുകാരും ചിന്തിച്ചു നമുക്ക് പോയേക്കാതെ, കാരണം ഇത്രയും പ്രായമുള്ളൊരു അപ്പനെ ബഹുമാനിക്കുകയല്ലേ. പക്ഷേ ഈ മക്കൾ അടുത്ത തീരുമാനത്തിലേക്ക് എത്തി. കാറിന് ഒത്തിരി അടിച്ചു കൊടുത്തു, ടെലിഫോണൊക്കെ വിളിച്ചു കാണും, നാട്ടുകാരെ മൊത്തം അറിയിച്ചു. എണ്ണം എടുത്തപ്പോൾ അന്നേ കാലത്ത് 10,000-3000 പേരെ വിളിച്ചിട്ടു. ഇനി വിളിച്ച ഈ നാട്ടുകാർക്ക് വേണ്ടതായി ഒരു സ്വീകരണം കൊടുക്കണം. അവർ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 5 മക്കളും അവരുടെ ഭാര്യമാരും കൊച്ചുമക്കളും കൂടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. മൂത്തവനെ അവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അവൻ പറഞ്ഞു, വരുന്നവരെ ഞാൻ സ്വീകരിച്ചോളാം സിറ്റൗട്ടിൻ്റെ വാതൊക്കെ. രണ്ടാമത്തവൻ പറഞ്ഞു, ഡൈനിങ് ഹാളിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. മൂന്നാമത്തവൻ പറഞ്ഞു, കലവറ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നാലാമത്തവൻ പറഞ്ഞു, കിച്ചണിൻ്റെ ഉത്തരവാദിത്വം ഞാൻ നോക്കിക്കോളാം. സംഭവം ഓക്കെ. ഇനി ഇവരുടെ ഭാര്യമാരെല്ലാവരും കൂടെ ഓരോ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളും മറ്റ് ക്രമീകരണങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. കാര്യങ്ങൾക്കെല്ലാം ഉത്തരവാദിത്തമായി എല്ലാം ടൈം ടേബിളിട്ടോ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അടുത്ത ചോദ്യം, അപ്പനെ എവിടെ ഇരുത്തും? ഈ അപ്പനെ എവിടെ ഇരുത്തും? ഒരുത്തൻ പറഞ്ഞു, അപ്പൻ്റെ പേരിലാണല്ലോ ഈ 80-ാം വയസ്സ് പിറന്നാൾ, അതുകൊണ്ട് അപ്പനെ നമുക്ക് സിറ്റ് ഔട്ട് ഇരുത്താം, വരുന്നവർ കണ്ട് കയറി വരട്ടെ. മൂത്തവൻ ചാടിക്കയറി പറഞ്ഞു, പറ്റത്തില്ലെന്നും. എന്താ കാരണം? ഈ തന്ത വടിയും പിടിച്ച് കോളാമ്പി മുമ്പിൽ വെച്ച് കാർക്കിച്ച് തുപ്പുമ്പോഴും ഈ അപ്പനെ മുമ്പിൽ ഇരുത്താൻ പറ്റത്തില്ല. നല്ല മനുഷ്യനൊക്കെ കയറി വരുമ്പോൾ
തന്തയെ മുന്നിൽ ഇരുത്താൻ പറ്റത്തില്ല, ഈ സിറ്റ വിട്ട് ഞാൻ ഇരുത്തത്തില്ല. മൂത്തവൻ ഒരു പിടിവാശി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? രണ്ടാമത്തവൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഫ്രണ്ട് ഇരുത്താൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഈ അപ്പനെ എവിടെ ഇരുത്തും? അപ്പനെ എന്നാൽ ഡൈനിങ് ഹാളിൽ ഇരുത്തിയേക്കാൾ. രണ്ടാമത്തവനും ഒരു പിടിവാശി, നടക്കത്തില്ലെന്ന്. മനുഷ്യരെ വിളിച്ചുകൂട്ടി ഭക്ഷണം കൊടുക്കേണ്ടിടത്ത് കാറിയും കൂവിയും തുപ്പിയും കൊണ്ട് ഇവിടെ ഇരുന്നാൽ വല്ലവും കഴിക്കുമോ? പിന്നെ എവിടെ ഇരുത്തി വിടുന്നത്? മൂന്നാമത്തവൻ്റെ അടുക്കലേക്ക് വിടാമെന്ന് വെച്ചു. അവൻ പറഞ്ഞു, ഇവിടെ ഇരുത്താൻ പറ്റത്തില്ല, കാരണമുണ്ട്, പ്രായമുള്ള തന്തയാ. എന്തെങ്കിലുമൊക്കെ എടുക്കുകയും വെക്കുകയും ചെയ്യുമ്പോൾ അത്ര വേണ്ടടാ, ഇത്രയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ് കയറി പിടിക്കും. മനുഷ്യർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ കിച്ചൻ്റെ അവിടെ കൊണ്ടിരുത്താമെന്ന് വെച്ചു. ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് തീരെ ഇരുത്താൻ പറ്റത്തില്ല, കാരണം തുപ്പിയും നിലവിളിച്ചും ഒക്കെ ഇരിക്കുക. അഞ്ചാമത്തവൻ വിവാഹം കഴിച്ചിട്ട് 2 ദിവസമേ ആയുള്ളൂ. അവൻ മണിമറവാസത്തിലാണ്. അവൻ തീരെ അങ്ങോട്ട് പഠിപ്പിക്കുന്നു. പിന്നെ തന്ത എവിടെ ഇരുത്തും? സഹോദരരെ, അപ്പൻ്റെ പേരിലാണ് ഈ കാണിക്കുന്ന കാട്ടായങ്ങളെല്ലാം. ദൈവത്തിന് സ്തോത്രം. തന്തയെ എവിടെ പിടിച്ചിരുത്തും? അവസാനം പിന്നെ ഇരുത്തിയത് എവിടെയാണെന്നറിയാമോ? വീട്ടിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരുന്നു. ബാത്റൂം തുറന്ന് അപ്പനെ ഒരു കസേരയിട്ട് അവിടെ ഇരുത്തിയിട്ട് കോളാമ്പിയും വെച്ച് കൊടുത്ത് അത്യാവശ്യമുള്ള ഫുഡെല്ലാം അങ്ങോട്ട് കൊടുത്തിട്ട് തന്തയോട് കുറേ ഒറ്റ അക്ഷരം വേണ്ടി പോയത് അനങ്ങാതെ വിളിക്കുന്നു. തന്തയെ പിടിച്ചകത്ത് കയറ്റി ഇരുത്തി, പുറത്തുനിന്ന് കുറ്റി കിട്ടും. ദൈവത്തിന് സ്തോത്രം. ആരുടെ പേരിലാണ് ഇന്ന് ഈ നടക്കുന്ന ഉത്സവം? ഞങ്ങളുടെ 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന അപ്പൻ്റെ പേരില്ല. അപ്പനിപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ഭൂമുഖത്തുമില്ല, ഡൈനിങ് ഹാളിലുമില്ല, സ്റ്റോറിൻ്റെ അവിടെയുമില്ല, കലവറയിലുമില്ല, പിന്നെ കിച്ചൻ്റെ ഭാഗത്തുമില്ല. അപ്പനിപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? അപ്പനെ ഇരുത്താൻ ഇടമില്ല. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പേരിൽ എന്തെല്ലാമാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഈ ഭൂമിയിൽ നടന്നത്, ഈ നാട്ടിൽ നടന്നത്. യേശു അതേ കന്യമറിയം, കന്യമറിയത്തിൽ ജനിച്ച അതേ ബേഥലേഹേം പുൽക്കൂട്ടിൽ പിറന്ന ഒരു ആൺകുട്ടി. ഞാൻ എൻ്റെ വിശ്വാസ വീട്ടിൽ കഴിഞ്ഞ ദിവസം അതേ ഇരുന്നപ്പോൾ പിള്ളേരെല്ലാം കൂടെ ഒരു പുതിയ മോഡലിലാണ് ഇപ്പോൾ ക്രിസ്മസ്. പഴയ മോഡലെല്ലാം മാറിപ്പോയി. നേരത്തെ എന്ന് പറഞ്ഞാൽ ചൂട്ടും കത്തിച്ച് പിടിച്ചാണ് ക്രിസ്മസിന് പോകുന്നത്. ബഹളം ഉണ്ടാക്കി തിരിയും കത്തിച്ച് തിരിക്കതേ മെഴുകുതിരിക്ക് മുകളിൽ കൂടെ നനഞ്ഞ പേപ്പറൊക്കെ കത്തിച്ച് ചേർത്ത് പിടിച്ച് അങ്ങനെയൊക്കെ ചട്ടയ്ക്കകത്തൊക്കെ വെച്ചോണ്ടാവും. ഇപ്പം കാലം മാറിയെന്ന്, പുതിയ മോഡേൺ സ്റ്റൈലായി. ഞാൻ നോക്കിയപ്പോൾ ഇവന്മാരെല്ലാം കൂടെ ഒരു കൈവണ്ടി പിടിച്ചിരിക്കുക. ഒരറ്റത്ത് ഇവന്മാർ കയറ് വെച്ച് വലിക്കുക, വണ്ടിക്കാള വലിക്കുന്ന പോലെ വലിക്കുക. എന്നിട്ട് അതിനകത്ത് LED ലൈറ്റുകളും അതേ ചെറിയ ഇതുപോലത്തെ ഒരു സ്ട്രെയിഞ്ചറും കയറ്റി വെച്ചിട്ട് യേശു ബേഥലേഹേമിൽ ജനിച്ചൊന്നും അല്ല ഒരു അത് റെക്കോർഡ് ഇട്ടേക്കുന്ന ഒന്നാന്തരം സിനിമാ പാട്ടാണ്. ഞാനിപ്പോൾ ആ പാട്ട് ഇവിടെ പാടുന്നില്ല, കാരണം നമുക്കിത് പാടാൻ പറ്റിയതുമല്ല. യേശു ജനിച്ചത് അവിടെ, പക്ഷെ പാട്ട് വേറെ, മമ്മൂട്ടിയുടെ പാട്ടാണ്, മോഹൻലാലിൻ്റെ പാട്ടുകൾ. ദൈവത്തിന് സ്തോത്രം. സിനിമാ നടന്മാരുടെ പാട്ടുകൾ, അവർക്ക് കൈ കിട്ടിയ പാട്ട് റെക്കോർഡിട്ടോടെ രാത്രി പോകുക. ആരാ? യേശു പുൽക്കൂട്ടിൽ ജനിച്ചെന്ന് അടിച്ചു ബഹളം വെക്കുക. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് ദേശം മൊത്തം അറിയുന്നതെങ്കിലും പ്രവൃത്തിയും ഇടപാടുമെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ യേശു അസ്ഥാനത്തും മറിച്ച് അതേ മറ്റുള്ളതിനും ലോകത്തിന് പ്രാധാന്യം കൊടുത്ത് ക്രൈസ്തവർ പുളകം കൊള്ളുമ്പോൾ, സ്നേഹിത, ഇന്ന് രാത്രിയിൽ അതേ ഞങ്ങൾ മുഴുവൻ ശക്തിയോടുകൂടെ ചോദിക്കുന്നു, യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ അതേ എന്തെങ്കിലും വഴികളുണ്ടോ? യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടമുണ്ടോ? യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും സാധ്യതയില്ല. ഇന്ന് ഞങ്ങൾ പരസ്യോഗത്തിന് പോകുമ്പോൾ ഒരു കുരിശടിയുടെ മുൻപാകെ യേശുവിൻ്റെ അമ്മയും കുഞ്ഞും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. ആ യേശുവിൻ്റെ അമ്മയുടെയും കുഞ്ഞിൻ്റെ മുമ്പാകെ ഞങ്ങൾ നിന്ന് നസറേയനായ യേശുവേ, അങ്ങ് ലോകത്തിൽ ജനിച്ചു എന്ന് വിളിച്ചു പറയുവാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ചുമതലപ്പെട്ടവർ ഞങ്ങളോട് പറഞ്ഞു, ഇത് ഇവിടെ നിന്ന് പറയാൻ പറ്റിയ വാക്കല്ല, മാറി നിന്ന് പറയണമെന്ന്. അതിൻ്റെ അർത്ഥം ഇത് യേശുവിന് പറ്റിയ അതേ വാക്കുകളല്ല. ഈ സുവിശേഷം എന്ന് പറയുന്നത് യേശുവിന് പിൻപിൽ നിന്നുകൊണ്ട്, യേശുവിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് അതേ ഞങ്ങൾ വിളിച്ചു പറയുന്നു,
യേശു ലോകത്തിന്റെ രക്ഷിതാവ്, യേശു ലോകത്തിന്റെ പാപം ചുമക്കുന്നവൻ, യേശു അറുക്കപ്പെട്ട കുഞ്ഞാണ്, യേശു മാനവ ജാതിക്ക് വേണ്ടി അതേ അറുക്കപ്പെട്ട കുഞ്ഞാണ്. ആ നല്ലൊരു ചെറുപ്പക്കാരനെ കുറിച്ച് ഇന്ന് രാത്രി പ്രസ്താവിക്കുമ്പോൾ 33 തിരുവയസ്സുള്ളവനായി ദൈവത്തിന് സ്തോത്രം, ആ യുവത്വം തുളമ്പുന്ന ആ നസ്രയനായ യേശു നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു. അവൻ അടക്കപ്പെട്ടു. അവനെ കൊണ്ട് അടക്കുമ്പോൾ അവൻ വയോധികനല്ല, 80 വയസ്സുകാരനല്ല. അവന്റെ അസ്ഥികളിൽ യവനം തുളുമ്പുന്നു. ദൈവത്തിന് സ്തോത്രം. അതേ പൂർണ്ണ വാർദ്ധക്യത്തിലല്ല അവൻ മരിച്ചിരിക്കുന്നത്. യേശുവിനെ കല്ലറയിൽ അടക്കുമ്പോൾ അവന് 33 തിരുവയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ യുവത്വം തുളുമ്പുന്ന ക്രിസ്തുവിനെ കല്ലറയ്ക്കൽ വെച്ചടയ്ക്കുമ്പോൾ ഈ തിരുവെഴുത്ത് പ്രകാരം ഞങ്ങൾക്ക് വിളിച്ചു പറയുവാൻ കഴിയും, ആ യവനത്വം, ആ യുവത്വം തുളുമ്പുന്ന ആ അസ്ഥി ഇതാ ഉയർത്തെഴുന്നേറ്റ് വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവ പൊടിയോടുകൂടെ കിടക്കുന്നു. ആ പൊടിയിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് യെശയ്യാപ്രവചന വാക്യം കോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ വ്യക്തമായി പറയുന്നു. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആ യുവത്വം തുളുമ്പുന്നവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളും ഈ യുവത്വത്തിന് അതേ യോഗ്യരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ യുവത്വം പ്രാപിപ്പാൻ നിങ്ങളും ഒരുങ്ങണം. അതിനായി നിങ്ങൾ പരിശ്രമിക്കണം. ശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിലല്ലേ നാം വായിച്ചു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അതെ ഒരു പള്ളിയുടെ പ്രമാണിയായിരിക്കുന്ന ഒരു മനുഷ്യൻ നിക്കോദെമോസ് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നു. കർത്താവിന്റെ വാക്കുകൾ അവൻ ഇഷ്ടപ്പെട്ടു. സായം സന്ധ്യാവേളയിൽ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അങ്ങ് പറയുന്നല്ലോ പുതുതായി ജനിക്കുമെന്ന്, എന്താണ് ഇതിന്റെ വസ്തുതകൾ? യേശു ക്രിസ്തു അവനോട് പറയുന്നു, നിക്കോദെമോസേ, നീ പള്ളിയിൽ എത്ര വർഷമായിരുന്നാലും, വയസ്സ് 75 നിന്നോട് എനിക്ക് പറയുവാനുള്ളത്, നീ ഒരു വയോധികനായിട്ട് ജീവിക്കുകയല്ല, പിന്നെയോ നീ യുവത്വം തുളുമ്പുന്നവനായി തീരണം. അതിന് നീ പുതുതായി ജനിക്കണം. അങ്ങനെയെങ്കിൽ യേശുവേ, ഇനി എങ്ങനെ ഞാൻ പുതുതായി ജനിക്കുന്നത്? ഇനി അമ്മയുടെ ഉദരത്തിൽ എനിക്ക് ജനിക്കുവാൻ കഴിയുമോ? ഇല്ല, നീ പുതുതായി ജനിക്കണം, വെള്ളത്താലും ആത്മാവിനാലും. ആ വാക്യം എടുത്തൊന്ന് വായിക്കാം. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. യോഹന്നാൻ 3:3. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും ആർക്കും കഴിയുകയില്ലെന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. നീ 50 വർഷം പള്ളിയിൽ ധൂപക്കുറ്റി വീശിയാലും, അതേ 90 വയസ്സ് ഏതെല്ലാം കർമാദികൾ ചെയ്താലും, ഈ ലോകത്തിൽ ദാനകർമ്മങ്ങൾ ചെയ്താലും, ഈ ദേശത്തെയോ രാഷ്ട്രത്തെയോ സേവിച്ചാലും, ദൈവത്തിന് മഹത്വം, ഈ ലോകത്തിൽ എന്തെല്ലാം മണ്ണാങ്കട്ട ഉണ്ടെന്ന് പറഞ്ഞാലും, തിരുവെഴുത്ത് പ്രകാരം നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ഈ യുവത്വത്തിലേക്ക് വരുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു. അവിടെ ഇപ്രകാരം 17-ാം വാക്യത്തിൽ, ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു. 50 വയസ്സുള്ള ഒരു മനുഷ്യൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവനൊരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്. ജീവിതത്തിന്റെ നാൾ വഴികൾ അവന്റെ യൗവനത്വം, പുറമേയുള്ള മനുഷ്യൻ ബലഹീനനാണെങ്കിലും അകമയുള്ള മനുഷ്യൻ ആ യുവത്വം തുളുമ്പുകയാണ്. ഞാനായിരിക്കുന്ന ഒരു സഭയിൽ 70-ലധികം വയസ്സുള്ള ഒരു പിതാവ് രക്ഷിക്കപ്പെട്ടു വരുവാനിടയായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ആരാധന മധ്യേ ആ പിതാവിന് കരയുന്നത് ഞാൻ കണ്ടു. ഞാൻ അതേ ആരാധന കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, അപ്പച്ചൻ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അപ്പോൾ എന്നോട് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, എനിക്ക് 70-ലധികം വയസ്സായി, ഇനി എത്ര ദിവസമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ മാർഗത്തിൽ വന്നിട്ട് 2 വയസ്സേ എനിക്കായിട്ടുള്ളൂ. വചനം എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞില്ല. 2 വർഷമേ ഞാൻ കേട്ടിട്ടുള്ളൂ. എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. ചാടി അങ്ങ് എഴുന്നേറ്റ് കൈയടിക്കും, പിന്നെയും താൻ ഇരിക്കും. കാരണം ജീവനത്തിൽ ദൈവവചനം ഉള്ളിലേക്ക് തട്ടിയപ്പോൾ
തന്റെ പ്രായാധിക്യത്തെ അവഗണിച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ കരയുവാനും, ഒരു കൊച്ചുകുട്ടിയെ പോലെ സന്തോഷിപ്പാനും, ഒരു കൊച്ചുകുട്ടിയെ പോലെ ഉല്ലസിപ്പാനും തന്റെ യുവത്വത്തിന്റെ അനുഭവം തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ യുവത്വം പ്രാപിപ്പാനായി ഒന്നാമതായി ആ യൗവനകാന്തൻ നമ്മോട് കൂടെ ഉണ്ടാകണം. ആ യൗവനകാന്തൻ നമ്മോട് കൂടെ ആയിത്തീരുവാൻ ദൈവം നമുക്കൊരു ശാശ്വതമായ ഒരു നിയമം ചെയ്തു വച്ചിരിക്കുന്നു. യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ യുവത്വത്തിന്റെ പദ്ധതി പൂർണ്ണമായി പൂർണ്ണമായ ഒരു നിശ്ചയത്തിൽ കൂടെ, ശാശ്വതമായ ഒരു നിയമത്തിൽ കൂടെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പഴയ നിയമം പഠിക്കുമ്പോൾ യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായം അതിന്റെ 60-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായം അതിന്റെ 60-ാം വാക്യം ഒന്നെടുത്ത് വായിക്കാം. എങ്കിലും നിന്റെ യൗവനകാലത്ത് നിന്നോടുള്ള എന്റെ നിയമം ഞാൻ ഓർത്ത് ഒരു ശാശ്വത നിയമം നിന്നോട് ചെയ്യും. നിന്റെ യൗവനകാലത്ത് നിന്നോടുള്ളതായ എന്റെ നിയമത്തെ ഞാൻ ഓർത്തിട്ട് ശാശ്വതമായ ഒരു നിയമം ഞാൻ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. എന്നാണ് ശാശ്വതമായ നിയമം? അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 55:3 ദാവീദിനോടുകൂടെയുള്ള എന്റെ നിശ്ചലമായ കൃപകൾ, ദൈവത്തിന് സ്തോത്രം, ഒരിക്കലും മാറിപ്പോകാത്തതും നിലനിൽക്കുന്ന നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. അതെ, ദാവീദിനോടുള്ളതായ ആ ശാശ്വതമായ ആ നിശ്ചലമായ കൃപകൾ അതൊരിക്കലും മാറിപ്പോകുന്നതല്ല. എന്നേക്കും നിലനിൽക്കുന്നതായ ആ ദൈവത്തിന്റെ കൃപ, ആ ദൈവത്തിന്റെ നിയമങ്ങൾ ഒരു മനുഷ്യനോട് ചെയ്യുവാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ യുവത്വം നിലനിർത്തുവാൻ അവനൊരു ശാശ്വതമായ നിയമം ചെയ്തു വച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ശാശ്വത നിയമങ്ങളെന്നും അതിന്റെ അനന്തര ഫലങ്ങൾ എന്താണെന്നും ഈ തിരുവെഴുത്തുകളിൽ ധാരാളമായി സവിസ്തരമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതാകുന്നു ദാവീദിന്റെ നിശ്ചല കൃപകൾ. അതിൽ കൂടെ നമുക്കൊരു പ്രതിഫലമുണ്ടെന്നും ദൈവത്തിന് സ്തോത്രം ഈ തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാം വിശദീകരിപ്പാൻ നേരമില്ല. അതുകൊണ്ട് യിരെമ്യാ പ്രവചനം 50-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഈ നിശ്ചല കൃപകൾ പ്രാപിപ്പാനായി, ഈ ദൈവത്തിന്റെ ശക്തിയും യുവത്വവും പ്രാപിപ്പാനായി നിങ്ങൾ വരുവീൻ എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ ആ വാക്യം നമുക്ക് എടുത്തു വായിക്കാം. യിരെമ്യാ പ്രവചനം 50-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാം. അവർ സിയോനിലേക്ക് മുഖം തിരിച്ച് അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് വരുവീൻ മറന്നു പോകാത്തതായ ഒരു ശാശ്വത നിയമത്താൽ നമുക്ക് യഹോവയോട് ചേർന്നുകൊള്ളാമെന്ന് പറയും. അവർ ചേർന്നുകൊള്ളാമെന്ന് പറയുന്നു. ഏത്? ആ യുവത്വം നിലനിർത്തുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്നതായ ആ ശാശ്വതമായ നിയമത്തോട്, അതിന് വരുന്ന നന്മകളെ കണ്ടിട്ട്, അതിൽ കഴിയുന്ന വരുന്ന പ്രതിഫലങ്ങളെ കണ്ടിട്ട് ഇതാ അവർ വിളിച്ചു പറയുന്നു, നമുക്ക് ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി ചെന്ന് നമുക്കൊരു ഉടമ്പടി ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആ യവനകാന്തനായിരിക്കുന്ന ആ ക്രിസ്തുവിനോട് നമുക്കൊരു സന്ധി ചെയ്യുന്നു എങ്കിൽ, യേശുവേ നീയാണ് എൻ്റെ രക്ഷിതാവ്, യേശുവേ നീയാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ, യേശുവേ നീയാണ് എൻ്റെ രക്ഷകൻ, യേശുവേ നീയാണ് എനിക്കെല്ലാം എന്ന് വാസ്തവമായി ദൈവസന്നിധിയിൽ സമ്മതിക്കുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ആ ദൈവവുമായി നമുക്കൊരു ബന്ധം സ്ഥാപിക്കപ്പെട്ടിട്ട് പഴയതെല്ലാം നീങ്ങിപ്പോയി നാം പുതുതാക്കപ്പെടുന്ന ഒരു പുതുമയിലേക്ക് വന്നു ചേരുന്നു. രണ്ടാമതായി യുവത്വത്തെ കുറിച്ച് പഠിക്കുമ്പോൾ യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം 2-ാം വാക്യമാണ്: യൗവനത്തിലെ ഭക്തിയും വിവാഹ നിശ്ചയം ചെയ്ത നാളിലെ സ്നേഹത്തെയും ഞാൻ ഓർക്കുന്നു. ഒന്ന് വായിക്കാം. യിരെമ്യാ പ്രവചനം 2-ന്റെ 2-ാം വാക്യം. നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ചു നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. നോക്കുക, യൗവനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഭക്തിയാണ്. അതാണ് യുവത്വം. ഒന്ന്, യൗവനകാന്തൻ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ യുവത്വത്തിന്റെ തുടക്കം കുറിക്കുന്നു. 2, ദൈവത്തോടുള്ള ഭക്തി നാം മുറുകെ പിടിക്കുമ്പോൾ ആ യുവത്വം നിലനിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ വർഷത്തിന്റെ അവസാനത്തിൽ നാം എത്തിച്ചേർന്നിരിക്കുന്നു. വിശ്വാസികൾ എല്ലാവരും ഗ്രഹിച്ചു കൊള്ളണം,
ഉറക്കം തൂങ്ങിയും കണ്ണുമിഴിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അലസന്മാരായി മടിയരായി ജീവിതത്തിന്റെ നാൾ വഴികൾ തള്ളി നീക്കി അതേ ഒരു കാളവണ്ടി വലിക്കുന്നത് പോലെ വലിച്ച് കൈവണ്ടി വലിക്കുന്ന പോലെ വലിച്ചു പോകുന്ന ജീവിതമൊക്കെ മാറ്റിയിട്ട് എല്ലാവരും നല്ല ഉന്മേഷമുള്ളവരായി ഈ റോഡിൽ നിന്ന് മുകളിലോട്ട് നല്ല ചാടി കയറി ഓടിച്ചെല്ലണം. എങ്ങനെ? ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെന്ന് ജീവനുള്ള ദൈവത്തെ ജീവനോടെ ആരാധിക്കണം. ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. നല്ല തിടുക്കം നമുക്കുണ്ടായിരിക്കണം. ആ യുവത്വം എന്ന് പറയുന്ന ദൈവത്തോടുള്ള ഭക്തിയ, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള കൂട്ടായ്മ, ദൈവത്തോടുള്ള ആദരവ്. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചാൽ, ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചാൽ അവരുടെ സ്നേഹം ഏത് മലയുടെ മണ്ടയ്ക്കാണെങ്കിലും ആ സ്നേഹം പ്രകടിപ്പിച്ചവർ കയറും. വാർത്താ മാധ്യമങ്ങളിൽ എത്രയോ കാര്യങ്ങളാണ് ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇടം പിടിക്കുന്നത്. കാരണം അതേ മുള്ളെന്നോ കല്ലെന്നോ വ്യത്യാസമില്ലാതെ, ഇടുക്കെന്നോ കുഴിയെന്നോ അതേ നോട്ടമില്ലാതെ, മലയെന്നോ കുന്നെന്നോ താഴ്വരയെന്നോ നോക്കാതെ അതേ തൻ്റെ പ്രിയതമനോടോ പ്രിയതമയോടോ ഉള്ള സ്നേഹം വെളിപ്പെടുത്തുവാൻ എന്തെല്ലാം അതേ കാര്യങ്ങളാണ് ഈ ഭൂമിയിൽ തന്നെ, ഈ ലോകത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ അതിനപ്പുറമായ ഒരു അനുഭവമാണ് ക്രിസ്തുവുമായുള്ള ദൈവികമായ ബന്ധം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഭക്തിയെക്കുറിച്ച് നിരവധിയായ കാര്യങ്ങൾ തിരുവഴുത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ദൈവത്തോട് അടുത്തു കൊള്ളണം, ദൈവമായുള്ള ബന്ധത്തെ ജീവിച്ചു കൊള്ളണം. ആ യൗവനകാന്തനെ ആലിംഗനം ചെയ്തു കൊള്ളണം, ആ യൗവനകാന്തനെ ചുംബിച്ചു കൊള്ളണം, ആ യൗവനകാന്തനായിരിക്കുന്ന ക്രിസ്തുവിനെ തോളിൽ ഏറ്റിക്കൊള്ളണം, ആ ക്രിസ്തുവിനെ മാർവോട് അണഞ്ഞോണം. എങ്കിൽ മാത്രമേ നമ്മുടെ യുവത്വം നമുക്ക് നിലനിർത്തുവാൻ സാധ്യമാകുകയുള്ളൂ. അടുത്ത മൂന്നാമതായി പറയട്ടെ, 103-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം നിന്റെ നാവിനെ ഞാൻ നന്മകൾ കൊണ്ട് നിറയ്ക്കുമെന്ന് ദൈവത്തിന് മഹത്വമെന്ന് വായിക്കാം. 103-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം എടുത്തൊന്ന് വായിച്ചാട്ടെ. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുമെന്ന്. ഒരു കഴുകനെ പോലെ ആയിത്തീരണം. എന്താണ് കഴുകന്റെ അനുഭവം? അതിന്റെ ശരീരം ബലഹീനം അതേ ക്ഷീണിക്കുമ്പോൾ ചിറകുകൾ പഴയ ചിറകുകളെല്ലാം പറിച്ചു കളഞ്ഞ് ഒരു പുതിയ ചിറക് സംഭരിച്ച് അതിനറിയാം, ഞാൻ ഈ പഴയ ചിറകം വെച്ചുകൊണ്ട് നടന്നാൽ ഈ മരത്തിന്റെ മുകളിൽ കൂടെയോ തനിക്ക് പറക്കാൻ സാധ്യമല്ല. പെട്ടെന്ന് താഴെ വീണുപോകും. സൂര്യന്റെ താപമേറ്റും പ്രകൃതിയുടെ മാറ്റങ്ങളും ഇവിടുത്തെ ഓരോ ആ പ്രകൃതിയിൽ നിന്ന് പൊങ്ങി വരുന്ന പുകയും ഇതെല്ലാം നിമിത്തം, മനുഷ്യൻ കാട്ടിക്കൂടുന്ന വിക്രിയകൾ നിമിത്തം പൊങ്ങി വരുന്ന പുകകൾ, ഇതെല്ലാം ഈ പരുന്തിൻ്റെയോ ഈ ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഈ പക്ഷികളുടെയൊക്കെ ചിറകൾ ചെന്ന് പതിച്ചിട്ട് അതിൻ്റെതായ മേന്മയെല്ലാം നഷ്ടപ്പെട്ട് പക്ഷികൾ ക്ഷീണിച്ചു പോകുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ആ ചിറകുകൾക്ക് ബലഹീനതകൾ സംഭവിക്കുന്നു. കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ പക്ഷികൾ അതിൻ്റെ പഴയ ചിറകുകൾ പറിച്ചു കളഞ്ഞിട്ട് അത് പുതിയ ചിറകുകളെ ശേഖരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ യെശയ്യാ പ്രവാചകൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. യുവതലമുറകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ കഴുകന് സമാനമായി നിങ്ങൾ ഇതുപോലെ ആയിത്തീരണമെന്ന് യവനക്കാർ ഇടറി വീഴും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. ഈ അന്ത്യനാളുകളിൽ കുഞ്ഞുങ്ങളും ദൈവമക്കളും ഈ യുവത്വത്തിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. ഇല്ലാതെ നാം ഈ ലോകം വിട്ട് കടന്നു പോകരുതേ. കടന്നു പോകരുതേ. പുറമെയുള്ള മനുഷ്യന് 90 വയസ്സായാലും അകമയുള്ള മനുഷ്യൻ നല്ല യുവാക്കളെ പോലെ ആയിരിക്കണമേ. ആ യുവത്വം സൂക്ഷിച്ചു കൊള്ളണമേ. ആ യൗവനകാന്തനെ ഹൃദയത്തിൽ കരുതിക്കൊള്ളണമേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ യൗവനകാന്തനുള്ള ഭക്തി വിട്ടുകളയരുതേ. മാത്രമല്ല, ആ യൗവനകാന്തന്റെ ശക്തി ആത്മാവിലും ശരീരത്തിലും നാം അനുഭവിച്ചറിഞ്ഞ് ഒരു അനുഗ്രഹീതമായ ജീവിതം ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ 4-ാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. സദൃശ്യവാക്യങ്ങൾ 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ, സദൃശ്യവാക്യങ്ങൾ 11-ാം അധ്യായത്തിന്റെ 9-ാമത് വാക്യം വായിക്കാം. വഷളൻ വായി കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു, നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു. സഭാപ്രസംഗി 11-ാം അധ്യായം 9-ാം വാക്യം വായിക്കാം. സഭാപ്രസംഗി 11-9. യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. ഇഷ്ടമുള്ള വഴികളിൽ മതി. യൗവനക്കാരുടെ മറ്റൊരു അനുഭവമാണ് ആനന്ദകരമായ ജീവിതം.
ആനന്ദമുള്ളൊരു ജീവിതം, യൗവന തലമുറയ്ക്ക് ആനന്ദമുള്ളൊരു ജീവിതം. വിശുദ്ധ ബൈബിൾ അടിവരയിട്ട് പറയുന്നു, യുവതലമുറയ്ക്ക് ആനന്ദിക്കുവാൻ കഴിയുകയുള്ളൂ. യുവത്വം സൂക്ഷിക്കുന്നില്ല എങ്കിൽ ആനന്ദം നിലനിർത്തുവാൻ സാധ്യമല്ല. പ്രായമുള്ള ഒരു അമ്മച്ചിയെ കൈക്ക് പിടിച്ച് പുറത്തിറക്കിക്കൊണ്ട് വാ നമുക്കൊന്ന് തുള്ളിച്ചാടാമെന്ന് പറഞ്ഞാൽ അമ്മച്ചി പറയും എനിക്ക് സാധ്യമല്ലെന്ന് പറയും. പ്രായമുള്ള ഒരു അപ്പച്ചനെ കൈക്ക് പിടിച്ച് റോഡിലേക്ക് ഇറക്കി നമുക്കൊന്ന് ഓടാമെന്ന് പറഞ്ഞാൽ മക്കളെ എൻ്റെ കൈകാലുകൾ അനങ്ങുന്നില്ലെന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. എന്താണ് കാരണം? അവ ശാരീരികമായ വാർദ്ധക്യം ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ശുദ്ധ ബൈബിളും ഇതെല്ലാം അടിവരയിട്ട് പറയുന്നു, വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വാക്ക് കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, യുവത്വം നഷ്ടമാക്കി കളയരുത്, ആനന്ദ ജീവിതം നഷ്ടമാക്കി കളയരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ ആരാണ് ആനന്ദിക്കുന്നത്? ശുദ്ധ ബൈബിൾ എന്ത് പറയുന്നു? മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കട്ടെ. മനുഷ്യരിൽ സാധുക്കളായവർ. ഇവിടുത്തെ അനാഥന്മാരത് മനസ്സിലാക്കുന്നില്ല. ഇവിടുത്തെ മുൻനിരയിൽ നിൽക്കുന്ന പലരും ഇത് മനസ്സിലാക്കുന്നില്ല. അവർ ഈ ലോകത്തിന്റെ ആനന്ദത്തിന് വേണ്ടി ആയിരക്കണക്കിന് 10,000-കണക്കിന് പടക്കങ്ങൾ രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടു. ഞാൻ വിചാരിച്ചു തേങ്ങ അടന്നു ഷീറ്റായി വീണത്. ചാടി എഴുന്നേറ്റ് നോക്കി, എന്താണ് ഈ ശബ്ദം? പിന്നെ മനസ്സിലായത് തേങ്ങ അടന്ന് വീഴുന്ന ശബ്ദത്തിൽ പടക്കം പൊട്ടുകയും. അടുത്ത ശബ്ദം എന്താണെന്നറിയാമോ? തെങ്ങയിൽ ഉണങ്ങിയ ഓല അടന്ന് വീഴുന്നുള്ള ശബ്ദമാണ്. ഇങ്ങനെ പല പടക്കങ്ങളുണ്ട്. റോഡ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹോൾസെയിൽ വിലയ്ക്ക് തരാമെന്ന്. ദൈവത്തിന് മഹത്വം. ഇഷ്ടംപോലെ പൊട്ടിക്കൊണ്ടിരിക്കുക. ഇനിയും പൊട്ടും. പുതിയ വർഷത്തിൽ കയറുന്നത് വരെ ഈ പടക്കം പൊട്ടിക്കൊണ്ടിരിക്കും. ഓരോ പടക്കം കത്തിക്കുമ്പോൾ ഒരു ചിരിയുണ്ട്, പടക്കം പൊട്ടുമ്പോൾ വലിയൊരു ചിരിയുമുണ്ട്. പടക്കം തീർന്നു കഴിയുമ്പോൾ കയ്യിലെ പടക്കം തീർന്നപ്പോൾ ഒരു ദുഃഖവുമുണ്ട്. വീണ്ടും അടുത്ത പടക്കത്തിൻ്റെ പുറകെ പോകുന്നു. ഇതുകൊണ്ട് മനുഷ്യജീവിതം ആനന്ദമാകുമോ? ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആൾക്കാരെ കുഞ്ഞുങ്ങൾ വിളിച്ചിറക്കി പറയുന്നു, ഞങ്ങൾ പൊട്ടിക്കുന്ന പടക്കമൊന്നും നോക്ക്. ദൈവത്തിന് മഹത്വം. എന്താ അവരുടെ ആനന്ദം? അത് മുകളിൽ പോയി കത്തി താഴേക്ക് വരുമ്പോൾ അവരുടെ പദ്ധതിയും കഴിയും. ദൈവത്തിന് മഹത്വം. ഈ ഇരിക്കുന്ന ബൾബുണ്ടല്ലോ, പെട്ടെന്നൊന്ന് ഫീസായി പോയാൽ നമ്മുടെയും സ്വഭാവത്തിന് മാറ്റം വരും, മുഖം വാടിപ്പോകും. ദൈവത്തിന് മഹത്വം. ഈ ലോകത്തിലെ ആനന്ദമൊക്കെ ഇത്രയേ ഉള്ളൂ. ഒരു കുപ്പി കള്ള് കുടിക്കുന്നവൻ അത് കള്ള് കുടിച്ച് ഒരല്പം സമയം വരെ ഒരു ആശ്വാസം കിട്ടും. 4 തെറിയൊക്കെ വിളിച്ച് നാട്ടുകാരെ 4 അടിയും കിട്ടുമ്പോൾ ഉള്ള സന്തോഷം കൂടെ പോകും. ഇതേ ഉള്ളൂ ലോകത്തിന്റെ സന്തോഷം. ദൈവത്തിന് മഹത്വം. എന്നാൽ ഒരു മനുഷ്യൻ കർത്താവായ യേശുവിനെ സ്നേഹിച്ചാൽ, എന്നാൽ ഒരു മനുഷ്യൻ കർത്താവായ യേശുവിനെ സ്വീകരിച്ചാൽ, എന്നാൽ ഒരു മനുഷ്യൻ കർത്താവായ യേശുവിനെ ഏറ്റെടുത്താൽ, അവൻ രക്ഷിക്കപ്പെട്ടാൽ, അവൻ സ്നാനപ്പെട്ടാൽ, അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ, ആ പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം ലോകത്തിലുള്ള സന്തോഷങ്ങളെക്കാൾ ഏറ്റവും വലിയ സന്തോഷമത്രേ. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ദൈവത്തിന് ഹല്ലേലൂയ വിളിക്കട്ടെ. ഇത്രയും സന്തോഷമേ ഉള്ളോ? കരങ്ങൾ ഉയർത്തി, ശബ്ദം ഉയർത്തി, ദേശം ഒന്ന് കേൾക്കട്ടെ, നാട്ടുകാർ അറിയട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയാൽ ആത്മനിറവിൻ ജീവിതം അതേറ്റവും സന്തോഷമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. 5ാമത്തെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. അതേ തിരുവെഴുത്തുകൾ നാം പഠിക്കുന്നു. 5ാമത്തെ അനുഭവം യെശയ്യാ പ്രവചനം 62-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നാം വായിക്കുമ്പോൾ, യെശയ്യാ പ്രവചനം 62-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കും. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ, ഒരു യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യൗവനക്കാർ വിവാഹം കഴിക്കുന്നത് ഒരു കന്യകയായിരിക്കും. ഈ പറയുമ്പോൾ നിങ്ങൾക്കും മനസ്സിലായിക്കാം, ഒന്നിലധികം ഉള്ളതിനെ ഒരു നല്ല ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കത്തില്ല. അവന് വേണ്ട. കാരണം കർത്താവായ യേശു ക്രിസ്തു ചോദിച്ചു, സ്ത്രീയെ, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവൻ പിന്നെ ഒരു നാളും ദാഹിക്കത്തില്ല. കർത്താവേ, അങ്ങനെയെങ്കിൽ ആ വെള്ളം എനിക്കും കൂടെ തരണമേ. യേശു പറഞ്ഞു, നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊള്ളു. അവൾ താടിക്ക് കൈയും കൊടുത്തു. യേശു പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോഴുള്ളവനും നിന്റെ ഭർത്താവല്ല. അപ്പോൾ മൊത്തത്തിൽ 6 ആയി. ദൈവത്തിന് മഹത്വം. ഒന്നിലധികം. പ്രിയ സ്നേഹിത, ഇവിടെ നാം വായിച്ചു, യൗവനക്കാരൻ തൻ്റെ കന്യകയെ വിവാഹം കഴിക്കും. ഇതൊരു വലിയൊരു വിഷയമാണ്. ഇവിടെ ഈ ഒരു സ്ത്രീയെ, ഒരു കന്യക എന്ന് പറയുന്നത് അതൊരു വിശുദ്ധമായ ജീവിതത്തെ വെളിപ്പെടുത്തുകയും, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം
1-ാം അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 27-ാമത് വാക്യം വായിക്കും. ദാവീദ് ഗൃഹത്തിലുള്ള യോസെഫ് എന്നൊരു പുരുഷന് ദാവീദ് ഗൃഹത്തിലുള്ള യോസെഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ യോസഫിന്റെ ഭാര്യ മറിയത്തിന്റെ പേര് അനുഭവം കന്യക എന്ന. ദൈവത്തിന് സ്തോത്രം. കന്യക, യുവത്വം സൂക്ഷിക്കുന്നവൾ, വിശുദ്ധി സൂക്ഷിക്കുന്നവൾ. ഈ യുവാവിന്, ഈ യൗവനക്കാരന്, ഈ ചെറുപ്പക്കാരന് കന്യകയെ വിവാഹം കഴിക്കുന്ന യുവത്വത്തെ, അല്ലെങ്കിൽ ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിശുദ്ധിയുടെ മഹത്വത്തെ. ഇപ്പോൾ യോസഫ് വിവാഹം കഴിച്ചിരിക്കുന്നത് അതേ മറിയം എന്ന് പറയുന്ന കന്യകയ, ഒരു വിശുദ്ധിയാണ് ഇവിടെ ഈ യോസഫ് അത് ഏറ്റെടുത്തിരിക്കുക. യൗവനക്കാരൻ്റെ ലക്ഷണം അതാണ്. അവന് അശുദ്ധമായതൊന്നും വേണ്ട, യുവത്വത്തെ സൂക്ഷിക്കുന്നവർ ആ കന്യകയ്ക്കായി കാത്തിരിക്കുന്നു, വിശുദ്ധിക്കായി. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 34-35 വാക്യങ്ങൾ വായിക്കുമ്പോൾ മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതാ ഈ കന്യകയിൽ ഒരാൺകുട്ടി പിറന്നിരിക്കുന്നു, ജനനം കൊണ്ടിരിക്കുന്നു. ഇവൾ കന്യകയാണ്, യോസഫ് കാന്തയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പക്ഷേ യോസഫ് ചെയ്ത വിധം കണ്ടോ, ഇവൾക്ക് അപവാദം വരാതിരിപ്പാൻ. മത്തായി സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യം, അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. നോക്കുക, അവൾ കന്യകയാണ്. ഇപ്പോൾ അവൾക്കൊരു കുട്ടി ജനിച്ചിരിക്കുന്നു. ആ ജനനം ഏതു വിധത്തിൽ അറിയത്തില്ല. യോസഫ് ഗൂഢമായി, അവൾക്കൊരു ഭാരമുണ്ടാകണ്ട, അപവാദം വരാൻ പാടില്ല എന്ന് കണ്ട് ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു. ഉടൻ തന്നെ ദൈവത്തിന് ശബ്ദമുണ്ടായി, യോസഫേ, അവളെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട, വാസ്തവത്തിൽ അവൾ കന്യക തന്നെ. നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, നീ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദ്യമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഒരു യുവാവിന് ഇതുപോലൊരു കന്യക വേണം. ഏതാ? പരിശുദ്ധാത്മാവിനാൽ ജന്മം കൊണ്ട ഒരാൺകുട്ടി ഉള്ളതായ ഒരനുഭവമാണ് യഥാർത്ഥമായി അത് മണവാളനായ ക്രിസ്തുവിൻ്റെ കാന്ത എന്ന് പറയും. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ഇതുപോലെ ഒരു ആൺകുട്ടി ജനിക്കുന്നുവെങ്കിൽ, ഇതുപോലെ ഒരു അനുഭവം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, മണവാളനായ ക്രിസ്തു വിളിച്ചു പറയും, ഇവളത്രേ എൻ്റെ കാന്ത. ആൺകുട്ടി ഇല്ലെങ്കിൽ, ആ അനുഭവം ഇല്ലെങ്കിൽ, നീ കന്യകയല്ല, വിശുദ്ധമതിയല്ല, ഒന്നുമല്ല. യഥാർത്ഥ യുവാവ് ഇങ്ങനെയുള്ളൊരു കന്യകയ്ക്കായി കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗ്ഗം വിളിച്ചു പറയുന്നു, യോസഫേ, നീ അവളെ ചേർത്തോണം. താമസമിന ലോകത്തിൽ ഇതെല്ലാം സംഭവിക്കുവാൻ പോകുക. എന്താ സംഭവിക്കുവാൻ പോകുന്നത്? ജന്മം കൊണ്ട ഒരാൺകുട്ടി ആരുണ്ടോ, ഏത് സ്ത്രീയിലാണ് ഈ ആൺകുട്ടി? ലോകത്തിൽ അതേ 3500-ലധികം സഭകളുണ്ട്. യഥാർത്ഥമായ കന്യകയിൽ പിറന്ന ആൺകുട്ടി ജന്മം കൊണ്ടിരിക്കുന്ന ഏത് സ്ത്രീയിലാണ്? ആ കന്യകയെ മതി യോസഫിന്, ആ കന്യകയെ മതി യേശുവിന്, വേറെ ആരെയും വേണ്ട. ആൺകുട്ടി ഉണ്ടോ? ഉണ്ടെങ്കിൽ അവളെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളത്രേ നിന്റെ കാന്ത, അവളത്രേ നിന്റെ മണവാട്ടി. ഇന്ന് രാത്രിയിൽ ഈ യാഥാർത്ഥ്യത്തെ എത്ര പേർ മനസ്സിലാക്കുന്നു? ദൈവത്തിന് സ്തോത്രം. അതേ, ഈ യാഥാർത്ഥ്യത്തെ എത്ര പേർ മനസ്സിലാക്കുന്നു? ഈ വസ്തുത എത്ര പേർ അംഗീകരിക്കുന്നു? അംഗീകരിച്ചാലും ഇല്ലേലും ഈ ലോകം അതിൻ്റെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരിൽ വിശ്വാസം നഷ്ടപ്പെട്ട്
ആ യോസഫ മറിയെ തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് അവൻ്റെ ജീവിതം ഏറ്റവും താറുമാറായി പോകുമായിരുന്നു. മണവാളനായ ക്രിസ്തു തൻ്റെ കാന്തയായി തിരുസഭയെ നോക്കിക്കൊണ്ട് പ്രവചന ആത്മാവിൽ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതേ ഒരാൺകുട്ടിയെ കണ്ടുകൊണ്ട് അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ ഒരു ആൺകുട്ടി അവൻ കാണുകയാണ്. നിങ്ങളിലും എന്നിലും ആ യുവത്വം തുളുമ്പുന്നതായ അതേ കാന്തയിൽ ആ കാന്തൻ ആഗ്രഹിക്കുന്നത് അതേ യുവത്വത്തിലേക്ക് വരുന്ന ഒരു ആൺകുട്ടി ജന്മം കൊണ്ടിരിക്കുന്ന ഒരനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു ആൺകുട്ടി ആ സ്ത്രീയിൽ ഉൽപ്പാദിതമായപ്പോൾ അവളെ കുറിച്ച് പറയുന്നത്, ആ ദൈവത്തിന്റെ വചനം പറയുന്നത്, അവളെ ചേർത്തുകൊള്ളുവാൻ മടിക്കേണ്ട. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവവൈതലേ, താമസമിന യേശു ലോകത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നു. അവൻ വെളിപ്പെടുമ്പോൾ നാം ഈ ശരീരത്തിന്റെ അനുഭവത്തിൽ ഇരിക്കുന്നുവെങ്കിൽ നമ്മളെ കർത്താവിന് വേണ്ട. അതേസമയം നിങ്ങളുടെ ഉള്ളിൽ അതേ ഒരു ജയം കൊണ്ട ആൺകുട്ടിയുടെ അനുഭവം നിങ്ങളിൽ വെളിപ്പെട്ട് വരുന്നു എങ്കിൽ പ്രിയ ദൈവവൈതലേ, നിങ്ങൾക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്, നിങ്ങൾ ആനന്ദിപ്പാൻ വകയുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിവാഹം ചെയ്തിരിക്കുന്ന ഒരു കുടുംബത്തിൽ അവർക്ക് തലമുറകൾ ഇല്ല എങ്കിൽ ആ വീടിന്റെ അവസ്ഥകൾ എന്തായിരിക്കും? എപ്പോഴും ദുഃഖങ്ങളും ഭാരങ്ങളുമായിരിക്കും. അങ്ങനെയെങ്കിൽ മണവാളനായിരിക്കുന്ന ക്രിസ്തുവുമായി ഇന്ന് നാം ഒരു വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മണവാളൻ ചോദിക്കുന്നു, ഞാൻ നിന്നെ വിവാഹ നിശ്ചയം ചെയ്തതേ ഉള്ളൂ, പിന്നെ എങ്ങനെ നിന്നിൽ ആൺകുട്ടി ജന്മമെടുത്തു? ദൈവത്തിന് മഹത്വം. അതേ സ്വർഗം വിളിച്ചു പറയുവാൻ പോകുന്നു, അവളെ ഉപേക്ഷിക്കരുത്. ആ ആൺകുട്ടി പരിശുദ്ധാത്മാവിനാൽ ജന്മം കൊണ്ട ഒരു ആൺകുട്ടി അത്രേ. ജയം പ്രാപിച്ച തിരുസഭയുടെ അനുഭവം, ഈ അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരുന്ന കാലം ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അതിവേഗത്തിൽ ഒരുങ്ങിക്കൊള്ളണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ജയകരമായൊരു ജീവിതം ചെയ്യുവാനായി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളണം. അതിന്റെ മുന്നൊരുക്കങ്ങളായി ഇന്ന് ലോകത്തിൽ ദുർഘട സമയങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത കാലം, ലോകത്തെ ആദരിക്കാത്ത അവസ്ഥ, മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത കാലം, ഈ ലോകം ഭയാജനകമായ ഒരന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേർത്തിരിക്കുന്നു. രണ്ട്, വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലായിടങ്ങളിലും എല്ലാ മേഖലയിലും വിശ്വാസം അതേ തണുത്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമതായി അധർമ്മം പെരുകുന്നു, സ്നേഹം തണുക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മാത്രമല്ല, യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ഈ ദേശത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ബൈബിളിൽ ദാനിയേൽ പ്രവാചകൻ പറയുന്നത് പോലെ ജ്ഞാനത്തിന്റെ വർധനവ് ഇന്ന് അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ചിന്തിക്കുന്നതിനപ്പുറമായി ഈ ലോകത്തിൽ അതേ ജ്ഞാനം വർദ്ധിച്ചു വരുന്നു. ഈ അടുത്ത കാലത്തായി കേൾപ്പാൻ ഇടയായി തീർന്നു, കുടിക്കുന്ന ചായ ഇനി പാലും വേണ്ട, തേയിലയും വേണ്ട, ഒന്നും വേണ്ട, പ്രത്യേകമായ ഡിസ്പോസിബിൾ ഗ്ലാസ്, അത് ചായ വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെ പുറത്ത് ടീ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തിളച്ച ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചൊന്ന് കലക്കിയാൽ മതി, ചായ ആയി കഴിഞ്ഞു. ഇന്ന് കാണുന്ന ഈ അത്യാധുനികമായ കാലത്തിൽ ജ്ഞാനത്തിൻ്റെ വർധനവ് മാത്രമല്ല, വേഗതയേറിയ വാഹനങ്ങൾ, ദൈവത്തിന് മഹത്വം. ഈ ഭൂമിയിൽ ഇതെല്ലാം ഉയർച്ചയാണെങ്കിൽ പോലും ക്ഷാമങ്ങളും പകർച്ചവ്യാധികൾ, ഭൂകമ്പങ്ങൾ, ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ എല്ലാ നിലയിലും വർദ്ധിച്ചാൽ രാഷ്ട്രീയമായ വിപ്ലവങ്ങൾ, അരാജകത്വങ്ങൾ തലപൊക്കുന്നു. ബംഗ്ലാദേശിൽ അതേ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു, പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു, ചൈനയിൽ, മറ്റ് രാജ്യങ്ങളിൽ അതേ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും. ഇന്ത്യയിലും വിഭിന്നമല്ല, ഈ ശ്രീലങ്കയിലും വിഭിന്നമല്ല. എല്ലാ മേഖലകളിലും അരാജകത്വം തലവെക്കുന്നു, രാഷ്ട്രീയമായ അസ്ഥിരത്വം തലവെക്കുന്നു. ഞങ്ങൾക്ക് ഈ ഭരണകൂടം വേണ്ട, ഞങ്ങൾക്ക് ഈ സംവിധാനങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് സമാധാനം വേണം, ഞങ്ങൾക്ക് ഭക്ഷണം വേണം, ഞങ്ങൾക്ക് സ്വസ്ഥത വേണം, ഞങ്ങൾക്ക് ജോലി വേണം എന്ന് പറഞ്ഞ മനുഷ്യൻ തെരുവിലേക്ക് ഇറങ്ങുവാൻ തുടങ്ങിയിരിക്കുന്ന കാലം. രാഷ്ട്രീയമായ വിപ്ലവങ്ങൾ, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഭൂമിയിൽ മനുഷ്യന്റെ എല്ലാവിധ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടിട്ട് ലെക്കുകെട്ട മത്തനെ പോലെ മനുഷ്യൻ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു. ഈ ഭൂമിയുടെ അവസ്ഥ ഒരു ഭയാജനകമായ അവസ്ഥയായിരിക്കുന്നു. ഈ ലോകത്തിന്റെ ഗതി കണ്ടിട്ട് മനുഷ്യൻ താടിക്ക് കൈ കൊടുത്തിരിക്കുന്നു. ഈ ഭൂമിയുടെ അവസ്ഥ എന്തായിത്തീരും? പ്രയോജനമെന്ന് ചിന്തിച്ച പലരും അതേ കൊന്നത്തെങ്ങയിലെ പൊട്ടൻ തേങ്ങ പോലെയായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാരണം പ്രകൃതിയുടെ പ്രതിഭാസങ്ങളും ഈ ഭൂമിയുടെ അരാജകത്വങ്ങളും മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ചൂടിൻ്റെ വർധനവ് ഇപ്പോൾ നിങ്ങൾ പത്രങ്ങളിൽ വായിക്കുന്നു. ഇന്ന് പ്രകൃതി തണുപ്പ് കൊണ്ട് നാം പിടയുന്നു. 6 മാസം മുമ്പ് പത്രങ്ങളിൽ വാർത്ത വന്നിരുന്നു, ഈ ഭൂമിയിൽ ഇന്ത്യയിൽ
അതേ തണുപ്പ്, കൊടും തണുപ്പ് വർദ്ധിക്കുവാൻ പോകുന്നു. നമുക്ക് അതിന്റെ സൂചനകൾ അതേ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിലും കള്ളക്രിസ്തുക്കൾ രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവ് അടുക്കുന്തോറും പരിഹാസികളുടെ എണ്ണം കൂടുന്നു. എവിടെ യേശു വരുന്നു? അതെ, ഇവരെല്ലാം പ്രസംഗിക്കുന്നല്ലോ യേശു വരുന്നെന്ന്. ഇത് എത്ര നാളായി പ്രസംഗിക്കുന്നു? പരിഹാസികളുടെ എണ്ണം വർദ്ധിക്കുന്നു, നിരീശ്വരവാദികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവിശ്വാസത്തിന്റെ തലമുറകള് അതേ വർദ്ധിച്ചു വരുന്നു. മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടിയിട്ട് സിനിമാശാലകളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറ്റേതോ മതങ്ങളുടെ ആരാധനാലയങ്ങളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭൂമി അരാജകത്വം കൊടികുത്തി വാഴുന്നു. എങ്ങും സമാധാനമില്ലാത്തൊരനുഭവം. പ്രിയ സ്നേഹിത, പ്രിയ ദൈവജനമേ, നമ്മുടെ യൗവനകാന്തൻ വെളിപ്പെടുവാൻ പോകുന്നു. ആ യൗവനകാന്തൻ തേജസ്സിൽ വെളിപ്പെടുവാൻ പോകുന്നു. അതിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്തായി നിങ്ങളും കേട്ട് കാണും, ഒരു പുതിയ ബൈബിൾ രംഗത്ത് വരുന്നു. എന്താണ് ആ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? വിഗ്രഹത്തെ ആരാധിക്കാം, സ്വവർഗ വിവാഹം നടത്താം. അതെ, ഈ ലോകത്തിൽ എന്തെല്ലാം നിയമവിരുദ്ധമായിരിക്കുന്നുവോ അതെല്ലാം നിയമം നൽകുന്നു എന്ന് പറഞ്ഞൊരു പുതിയ മതം, ഒരു പുതിയ ബൈബിൾ, ഒരു പുതിയ വ്യവസ്ഥിതി, ഒരു പുതിയ ആരാധനാ സംവിധാനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. AI സിസ്റ്റം വഴി ഇന്ന് പുരോഹിതന്മാർ രംഗത്ത് വന്നിരിക്കുന്നു. അനുഗ്രഹിക്കുന്ന ശ്ലീഹാമാർ, അവർ നിങ്ങളങ്ങോട്ട് അടുത്ത് ചെല്ലുമ്പോൾ ആ ശ്ലീഹാന്മാർ ചോദിക്കുന്നു, AI സിസ്റ്റം പ്രകാരം വിഗ്രഹം ചോദിക്കുന്നു, മകളെ എന്താണ് നിന്റെ പ്രശ്നം? അപ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ ഇത് എങ്ങനെ അറിഞ്ഞു? അതേ മകളെ, ഞാനത് മനസ്സിലാക്കുന്നു എന്ന് നിങ്ങളുടെ മനസ്സിന്റെ ആ നിയന്ത്രണം ഏറ്റെടുക്കുന്ന അത്യാധുനിക AI സിസ്റ്റങ്ങൾ ഈ ലോകത്തിൽ സംജാതമായിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യൻ ഒരു വല്ലാത്ത നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത് ഒറിജിനാലിറ്റി ഒരു പെൺകുട്ടിയല്ല. അതെ, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അറിയുന്നു ഇതൊരു കമ്പ്യൂട്ടർ പെൺകുട്ടിയായിരുന്നു എന്ന്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അറിയുന്നു ഇത് കമ്പ്യൂട്ടർ ചെറുപ്പക്കാരനായിരുന്നു എന്ന്. ഒറിജിനലിനെ വെല്ലുന്നതായ മനുഷ്യ രൂപങ്ങൾ രംഗപ്രവേശനം ചെയ്യുവാൻ പോകുന്നു. എല്ലാ സ്കൂളുകളിൽ അധ്യാപകർ ഇന്ന് AI സിസ്റ്റം വെച്ച് അതേ അധ്യാപകർ രംഗത്ത് വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി ദേശത്തെല്ലാം അത് വരുവാൻ പോകുന്നു. അരാജകത്വം തലപൊക്കുവാൻ പോകുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ നിലയിലും നാം ഈ ലോകത്തെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അതേ ലോകം എന്ത് വലിയൊരു അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു കപ്പലിന്റെ അറ്റത്ത് തീ ആളി കത്തി പടരുന്നു, മറുവശത്ത് മറുതലയ്ക്കൽ ജനമാർത്തിരമ്പുന്നു സന്തോഷം കൊണ്ട്. ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ ഈ കപ്പൽ കത്തി അമർന്ന് ജലാശയത്തിലേക്ക് മുങ്ങിത്താഴുമെന്ന് ചിന്തിക്കുവാൻ കഴിവില്ലാതെ മനുഷ്യൻ മനോമഥന്മാരായി ഈ കപ്പലിന്റെ ഒരറ്റത്ത് ആടിത്തിമിർക്കുമ്പോൾ ഈ ലോകം എങ്ങോട്ട് എന്ന് പറയുവാൻ ഈ സത്യവേദ പുസ്തകത്തിൽ കൂടെ ഞങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് ഈ സത്യവേദ പുസ്തക പ്രകാരം, തിരുവെഴുത്ത് പ്രകാരം ഞങ്ങൾ വിളിച്ചു പറയുന്നു, നമ്മുടെ മശിഹാ തമ്പുരാൻ ആ നല്ല ചെറുപ്പക്കാരൻ തേജസ്സിൽ വെളിപ്പെടുവാൻ പോകുന്നു. ആ വെളിപ്പെടുവാൻ പോകുന്ന യേശുവിനെ എതിരേൽക്കുവാൻ ഇതാ നമ്മുടെ പിതാക്കന്മാർ ഇന്ന് കല്ലറകളിൽ വിശ്രമിക്കുന്നു. ആ കല്ലറയിൽ ഉള്ളവർ യേശുവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മരിച്ച ലാസർ ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ ലാസർ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ പഴയ ക്ഷീണമില്ല, പഴയ ബലഹീനതകളില്ല, പഴയ ന്യൂനതകളില്ല. പുരുഷത്വം പ്രാപിച്ച ഒരു പുതുമനുഷ്യനെ പോലെ ലാസർ ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ ഒരു ഉയർപ്പിൻ ശരീരമായി ഇതാ കല്ലറകളിലുള്ള വിശുദ്ധന്മാർ, പിതാക്കന്മാരായ ദൈവജനം ഉയർത്തെഴുന്നേറ്റ് ആ യുവത്വത്തോടുകൂടെ ഇതാ നിത്യതയുടെ സിംഹാസനത്തിലേക്ക് വെളിപ്പെടുവാൻ പോകുന്നു. ആകയാൽ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, ആ യുവത്വത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആ യൗവനകാന്തനെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. ആ യൗവനകാന്തനുള്ള ഭക്തിയെ നമുക്ക് മുറുകെ പിടിക്കാം. ആ യൗവനകാന്തനുമായി നമുക്ക് സഖ്യത്വം തുടരാം. ദൈവത്തിന് സ്തോത്രം. ആ യൗവനക്കാരൻ ആ ദൈവത്തിന്റെ വാക്കനുസരിച്ചതുപോലെ, ആ കന്യകയെ വിവാഹം ചെയ്തതുപോലെ മണവാളനായി ക്രിസ്തു എന്ന ആ നല്ല ചെറുപ്പക്കാരൻ, ആ മണവാട്ടിയായിരിക്കുന്ന ആൺകുട്ടിക്ക് ജന്മം കൊടുക്കുന്നതായ ആ തന്റെ കാന്തയെ ചേർക്കുവാൻ യേശു മേഘത്തേരിൽ വെളിപ്പെടുമ്പോൾ നിങ്ങൾ എത്ര പേർ ഈ ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഒരുക്കമായിരിക്കുന്നു? പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, എന്റെ പുറമെയുള്ള
ഈ മൺകൂടം ഇതെല്ലാം ഉടഞ്ഞു പോകുവാൻ സമയമായി. അകത്ത് ഉള്ളതായ ആത്മമനുഷ്യൻ രംഗത്ത് വരുവാൻ പോകുന്നു. ഈ നല്ല നാളെയുടെ സുപ്രഭാതത്തിനായി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ മുഴങ്കാലുകളെ ഒന്ന് മടക്കി അതേ കണ്ണുകളെ അടച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഈ വർഷം നമ്മെ വിട്ടുപോകുമ്പോൾ പ്രിയ സഹോദരി സഹോദര, ക്ഷീണിച്ച് മടുത്ത് അലസന്മാരായി ക്ഷീണിതരായി നിങ്ങൾ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയല്ല, മറിച്ച് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ച് വാഗ്ദത്തങ്ങളും നന്മകളും പ്രാപിച്ച് പുതുക്കം പ്രാപിച്ച ഒരു പുതുമനുഷ്യനായി പുതുവർഷത്തിലേക്ക് ആ യുവത്വത്തിന്റെ പ്രകാശനത്തോടുകൂടെ ആ യുവത്വത്തോടുകൂടെ അതേ നല്ല തീരുമാനങ്ങൾ എടുത്ത് നല്ല ദൃഢനിശ്ചയത്തോടുകൂടെ നമുക്ക് ധൈര്യമായി നമ്മുടെ കാൽച്ചുവടുകളെ നമുക്ക് എടുത്തു വയ്ക്കാം. പ്രായം അക്ഷരികമായി പ്രായം കൂടുതൽ അതേ 70 വയസ്സ് കഴിഞ്ഞെങ്കിൽ പോലും നിങ്ങളുടെ ആത്മമനുഷ്യൻ ആ യുവത്വത്തിലേക്ക് വന്നു ചേരട്ടെ. ആ അസ്ഥികളിൽ യൗവനത്വം നിറയട്ടെ. എന്താണ് ഈ അസ്ഥി എന്ന് പറയുന്നത്? അത് ഉപദേശത്തെ കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഉപദേശത്താൽ നമ്മുടെ ജീവിതം യുവത്വത്തിലേക്ക് വന്നു ചേരട്ടെ. ആ നല്ല നാളെയുടെ സുപ്രഭാതം ഏറ്റവും അടുത്തിരിക്കുന്നു. ഈ ദേശനിവാസികളെ ആ യുവത്വത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. യൗവനക്കാരാ, നിന്റെ സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരും. നിനക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന നാഴിക നിനക്ക് സമീപമായിരിക്കുന്നു. നിന്റെ കൈകാലുകൾ വിറയ്ക്കും മുമ്പേ, നിന്റെ തലമുടി അതേ നരച്ച് നീ വയോധികത്വം പ്രാപിക്കും മുൻപേ, ദൈവത്തിന് സ്തോത്രം, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ കുറിച്ച് സഭാപ്രസംഗി 12:1 മുതൽ താഴോട്ട് വായിച്ചു നോക്കിയാൽ അവസാനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെടുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. നമുക്ക് നമ്മുടെ ദൈവത്തെ നമുക്ക് ഭയപ്പെടാം. എല്ലാവരും നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നവർ, ആ യൗവനകാന്തന്റെ മുഖത്തേക്ക് നോക്കുന്നവർ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ആദരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. അതേ ആ യുവത്വത്തെ നിങ്ങൾ വിളിച്ചറിയിപ്പി. നിങ്ങളുടെ ആദരങ്ങളിൽ നിന്ന് സ്തോത്രവും സ്തുതിയും ഉയരട്ടെ. നിങ്ങളുടെ ആദരങ്ങളിൽ സ്തോത്രവും സ്തുതിയും ഉയരട്ടെ. ആരും മൗനമായിരിക്കരുത്. ആദരങ്ങളെ തുറന്നാട്ടെ. ക്ഷീണിച്ച് അലസന്മാരായി ഇരിക്കരുത്. അതേ ആദരങ്ങളെ തുറന്ന് നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ കർത്താവ് തേജസ്സിൽ വെളിപ്പെടാറായി. നമ്മുടെ യേശു തേജസ്സിൽ വെളിപ്പെടാറായി. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ.